ഹലോ എവരിവൺ, നമ്മൾ നോക്കുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണെന്നാണ്. ക്വസ്റ്റ്യൻസിലൊക്കെ കുറെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് വരും. ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി പറയുന്നത് നമ്മൾ കോഡ് എത്ര എഫിഷ്യന്റ് ആക്കാന്നായിരിക്കും. അപ്പം ഡൈനാമിക് പ്രോഗ്രാം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്ന റിക്കർഷൻ എന്താണ്. റിക്കർഷൻ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. അപ്പം എന്തായാലും റിക്കർഷൻ എന്താണെന്ന് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. റിക്കർഷൻ എന്താണെന്ന് പറയാം. റിക്കർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ n = 2 നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യണം. അത് നോർമൽ നമ്മൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? നോർമൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും, അതിന് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കൗണ്ട് ഓഫ് n ഒരു ഫംഗ്ഷനകത്ത് 4i ഒരു ലൂപ്പിനകത്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. നോർമൽ നമ്മൾ 1 തൊട്ട് 10 വരെ 4i റേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്ത് n ഇപ്പം 10 ആണെങ്കിൽ 10 വരെ നമ്മൾ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ആയി എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവിടെ ഐ ഉണ്ട്, പ്രിന്റ് ഐ എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ 1 തൊട്ട് 10 വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതാണ് നമ്മൾ നോർമൽ ചെയ്യുന്നത്. ഇത് നമ്മൾ റിക്കർഷനിലോട്ട് വരാൻ നേരത്തെന്താണ്? റിക്കർഷനിൽ വരാൻ നേരത്തെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഫംഗ്ഷനകത്ത് കൗണ്ട്, ഫംഗ്ഷൻ നെയിം കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ കൗണ്ട്, പിന്നെ n ഞാൻ 10 എന്നാണ് കൊടുത്തേക്കുന്നത്. 10 കൊടുത്ത് പിന്നെ ഞാനൊരു കണ്ടീഷൻ കൊടുത്തേക്കുന്നത് ഇഫ് n > 0 ആകുമ്പോഴത്തേക്ക് കൗണ്ട് ഈ ഫംഗ്ഷനെ തന്നെ കോൾ. റിക്കർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് ആണ് റിക്കർഷൻ. കൗണ്ട് ഓഫ് n-1 എന്ന് പറഞ്ഞു കൊടുത്ത് അപ്പം ഈ ഫംഗ്ഷനെ തന്നെ ഇത് കോൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം എന്താണ്? പ്രിന്റ് n എന്ന് പറഞ്ഞു കൊടുക്കും. ഇതാണ് റിക്കർഷനിൽ ഒരു കോഡ് വരുന്നത് 1 തൊട്ട് 10 വരെ. ഇത് ഞാൻ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാൻ n 10 കൊടുത്തപ്പോൾ ഇവിടെ 10 വരും. 10 ചെക്ക് ചെയ്യും, ഗ്രേറ്റർ 10 > 0 ആണ്, കറക്റ്റ് ആണ്. ഈ ഫംഗ്ഷനിൽ പോയിട്ട് കൗണ്ട് = n-1. n-1 എത്രയാണ്? 10 - 1 9 നമ്മൾ ഇവിടെ കൊടുക്കും. 9 ഇവിടെ എത്താൻ നേരത്തെ 9 തന്നെ പിന്നെയും കോൾ ചെയ്യും. ഫംഗ്ഷൻ ഓഫ് കൗണ്ട് = n-1 ഈ ഫംഗ്ഷന് കോൾ ചെയ്യുകയാണ്. ഇത് ഫംഗ്ഷൻ കോളിംഗ് ആണ്. കൗണ്ടിനെ തന്നെ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഫംഗ്ഷൻ, ഇതൊരു കൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ആ ഫംഗ്ഷൻ തന്നെ ഈ ഫംഗ്ഷന്റെ അകത്തല്ലേ ഈ വർക്ക് ചെയ്യുന്ന. അപ്പൊ ഈ ഫംഗ്ഷനെ തന്നെ അത് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 9 എന്ന് പറഞ്ഞതിനെ കോൾ ചെയ്യും. പിന്നെ 9 ഇവിടെ വരും, കോൾ ചെയ്യാൻ നേരത്തെ ഈ 10 മാറി 9 വരും. 9 > 0 ആണ്, ചെക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് അത് 9 - 1 8 വരും. പിന്നെ 8നെ ചെക്ക് ചെയ്യും. നമ്മൾ 8നെ ചെക്ക് ചെയ്യുമ്പോൾ എന്തിനാണ്? 8 ഈ > 0 നോക്കി ചെക്ക് ചെയ്യും. അങ്ങനെ 8 ചെക്ക് ചെയ്യും. പിന്നെ 8 - 1 7 വരും. അങ്ങനെ 7 6 5 3 4 3 2 1 0 വരാൻ നേരത്ത് ഈ കണ്ടീഷൻ സ്റ്റോപ്പ് ആവാൻ നേരത്ത് എന്ത് ചെയ്യാം? ഈ 1 ഇവിടെ പ്രിന്റ് ആവും. സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് ഈ കണ്ടീഷൻ തെറ്റുന്ന പോലെ, ഈ കണ്ടീഷൻ തെറ്റാൻ നേരത്ത് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇഫിൽ കിടക്കുന്ന കണ്ടീഷൻ ഈ കണ്ടീഷന്റെ അകത്തോട്ട് കിട്ടുന്നത് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? നമ്മൾ ഇതിനങ്ങ് റിട്ടേൺ ചെയ്യും. അവസാനം എവിടെയാണ്? 1-ലാണ് നമ്മളൊന്ന് നിൽക്കുന്നത്. ആ 1 തൊട്ട് നമ്മളങ്ങ് റിട്ടേൺ ചെയ്യും. 1 ഇവിടെ 1 വരും. പിന്നെ ഇത് ഈ 1 ഇവിടെ വരും. നമ്മൾ കിട്ടിയ ആൻസറിലാണ് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന എങ്ങനെയാണ്? ഈ 1-നെ റിട്ടേൺ ചെയ്യും. 1 എവിടെ നിന്നാണ്? 2-ന് റിട്ടേൺ ചെയ്യും. 3 എവിടെ? പിന്നെ 2-ന് റിട്ടേൺ 2 എവിടെ നിന്നാണ്? 3-നെ റിട്ടേൺ ചെയ്യും. 3 - 1 2. അങ്ങനെ 3 എവിടെ നിന്നാണ്? 4-ന്ന് വരും. അങ്ങനെ ഓരോ നമ്പർ റിട്ടേൺ ചെയ്ത് നമുക്ക് അവസാനം ഈ n ഫുൾ പ്രിന്റ് ആയി കിട്ടും. അതാണ് 1 2 3 4 5 6 7 8 9 10 വരെ നമുക്ക് പ്രിന്റ് ആവും. അങ്ങനെയാണ് റിക്കർഷൻ വർക്ക് ആകുന്നത്. ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തിരിക്കും. നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും, അത് സ്റ്റോപ്പ് ആവുന്നവരെ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് റിക്കർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്തോന്ന് പിടിയിട്ടുള്ളൂ. അപ്പൊ ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫിബിനാച്ചി സീരീസ് വെച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞത് റിക്കർഷൻ എന്താണെന്നാണ് പറഞ്ഞത്. ഞാൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറയാം. പക്ഷെ റിക്കർഷൻ മനസ്സിലായതിനു ശേഷമാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ നോക്കുന്നത്.
അപ്പൊ ഞാനിവിടെ ഫിബിനാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് 0 ഉണ്ടാവും. അതായത് തൊട്ട് മുമ്പുള്ള ആഡ് 0 പ്ലസ് 1, ഇവിടെ 1 വരും. 0 പ്ലസ് 1 എത്രയാണ്? 1. 1 പ്ലസ് 1 എത്രയാണ്? 2. 2 പ്ലസ് 1 എത്രയാണ്? 3. 3 പ്ലസ് 2 എത്രയാണ്? 5. 5 പ്ലസ് 3 എത്രയാണ്? 7. 8. 8 പ്ലസ് 5 എത്രയാണ്? 13. 13 പ്ലസ് 18 എത്രയാണ്? 21. 21 പ്ലസ് 30 എത്രയാണ്? 34. 34 പ്ലസ് 21 എത്രയാണ്? നമുക്ക് 55 എന്ന് കിട്ടും. അങ്ങനെ എക്സെട്ര ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. ഇതിപ്പോ എത്രയാണ്? ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തരാം. ഇതിപ്പോ 0ന്റെ ആണ്. 0ന്റെ ഫിബിനാച്ചി ഓഫ് 0th പൊസിഷൻ നമ്മൾ ചോദിക്കുന്നതാണ്. യൂസറിനോട് ചോദിക്കും ഫിബിനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാൻ. നമുക്ക് ഒരു പ്രോഗ്രാം ചോദിച്ചാൽ ഫിബിനാച്ചി നമ്മൾ ചോദിക്കും, യൂസറിന്റെ അടുത്ത് ചോദിക്കും എത്രാമത്തെ നമ്പറാണ് വേണ്ടിയതാണ് ചോദിക്കുന്നത്, ഏത് പൊസിഷനുള്ള ഫിബിനാച്ചിയുടെ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പം ഇത് 0 ആണ്, ഇത് 1ന്റെ ഫിബിനാച്ചി നമ്പറാണ്, ഇത് 2ന്റെ ആണ്, ഇത് 3ന്റെ ആണ്, ഇത് 4ന്റെ ഫിബിനാച്ചി നമ്പറാണ്, ഇത് 5ന്റെ ആണ്, ഇത് 6ന്റെ ആണ്, ഇത് 7ന്റെ ആണ്. അങ്ങനെ 0 തൊട്ട് തുടങ്ങും. ഫിബിനാച്ചി ഓഫ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഫിബിനാച്ചി ഓഫ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. ഫിബിനാച്ചി ഓഫ് 7 എന്ന് പറഞ്ഞാൽ 13 ആണ്. ഇപ്പം ഫിബിനാച്ചി 5 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് ഈ അതിന് തൊട്ട് മുമ്പുള്ള 2 നമ്പറിനെ ആഡ് ചെയ്യാൻ നേരത്താണ് നമുക്ക് ഫിബിനാച്ചി ഓഫ് 5 കിട്ടുന്നത്. ഇങ്ങനെ n=1000 വരെ നമുക്ക് ഏത് നമ്പർ എടുത്താലും അങ്ങനെ കൊടുക്കാം. ഇപ്പം ഫിബിനാച്ചി ഓഫ് 7 യൂസറിനോട് ചോദിച്ചാൽ 13 ആണ് കിട്ടുന്നത്. 8 ചോദിച്ചാൽ 21 കിട്ടും. അതായത് 8ന്റെ ഫിബിനാച്ചി നമ്പർ എത്രയാണ്? 13ഉം 18ഉം കൂടെ ആഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് 21 കിട്ടും. അങ്ങനെയാണ് പോണത്. ഫിബിനാച്ചി എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പുള്ള 2 നമ്പർ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ n=5 ആണ്. ഞാൻ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഏത് നമ്പറും എടുക്കാം. തൊട്ട് മുമ്പുള്ള 2 നമ്പർ n=5 ആണെങ്കിൽ നമുക്ക് ഫിബിനാച്ചി ഓഫ് 5 എങ്ങനെയാണ് കിട്ടുന്നത്? ഫിഫ്ത്ത് പൊസിഷൻ ആണ് പറയുന്നത്. അഞ്ചാമത്തെ ഫിബിനാച്ചി നമ്പർ, അതായത് 4ാമത്തെ പൊസിഷൻ അല്ല, 5ാമത്തെ ഫിബിനാച്ചി നമ്പർ, 2ാമത്തെ ഫിബിനാച്ചി നമ്പർ എത്രയാണ്? ഫിബിനാച്ചി നമ്പർ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫിബിനാച്ചി നമ്പർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഫിബിനാച്ചി നമ്പർ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. പറഞ്ഞാൽ ഇതിന്റെ പൊസിഷൻസ് ആണ്. പൊസിഷൻ വെച്ച് ഞാൻ എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ഫിബിനാച്ചി ഓഫ് ഒരു നമ്പർ ചോദിച്ചാൽ 5 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. സെയിം വരുന്നത് ഇവിടെ 1ഉം 5ഉം മാത്രമാണ് സെയിം വരുന്നത്. ബാക്കിയെല്ലാം ഡിഫറെന്റ് ആണ്. ഫിബിനാച്ചി 0യും വരുന്നുണ്ട്. 1 സെയിം ആണ്. 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് തൊട്ട് മുമ്പുള്ള നമ്പർ ആഡ് ചെയ്യുന്നതാണ് വരുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഒന്നും ഇല്ല, അപ്പൊ അത് തന്നെ എഴുതും. 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വേറെ തൊട്ട് മുമ്പൊന്നും ഇല്ല. 1 0 പ്ലസ് 1 എഴുതും, 1 ആണ്. പിന്നെ 2ന്റെ എത്രയാണ്? 2ന്റേത് 1 ആണ്. ഈ 1ഉം ഈ 0യും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് 1 കിട്ടും. 3ന്റെ എങ്ങനെയാണ് വരുന്നത്? ഈ 2ഉം ഈ 3യും കൂടെ, ഇത് രണ്ടും ആഡ് ചെയ്യാൻ നേരത്ത് ഇത് കിട്ടും. തൊട്ട് മുമ്പുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് എത്രയാണ്? നമുക്ക് 3 കിട്ടും. അതുപോലെ തന്നെ ഈ 4ന്റെ എത്രയാണ് കിട്ടുന്നത്? ഈ തൊട്ട് മുമ്പുള്ള 2 നമ്പർ, ഇതും കൂടെ ആഡ് ചെയ്യാൻ നേരത്തേക്ക് 3 കിട്ടുന്നത്. 4ന്റേത് അങ്ങനെ, ഇത് രണ്ടും ആഡ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. അങ്ങനെയാണ് ഫിബിനാച്ചി പോണത്. തൊട്ട് മുമ്പുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ നേരത്ത് ഫിബിനാച്ചി കിട്ടും. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ റിക്കർഷൻ വെച്ച് എങ്ങനെയാണ് എഴുതുന്നത്? f of n equal to f of n minus 1 plus n minus 2. f of n minus 2. അതായത് തൊട്ട് മുമ്പുള്ളത്. ഇപ്പൊ നമുക്ക് n5 എന്ന് കൊടുത്ത് 5 minus 1 എത്രയാണ്? 3 ആണ്. 3 ആണ്. 5 minus 1 4 ആണ്. 4 ഫിബിനാച്ചി ഓഫ് 4 പ്ലസ് 5 minus 2 എത്രയാണ്? 3. ഫിബിനാച്ചി ഓഫ് 4 എത്രയാണ്? 3 പ്ലസ് ഫിബിനാച്ചി ഓഫ് n minus 2 3 ആണ്. 3ന്റെ എന്താണ്? 2 ആണ്. ന്റെ ഫിബിനാച്ചി നമ്പർ എത്രയാണ്? 2 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 5 കിട്ടൂലേ. ഇതാണ് ഫിബിനാച്ചി റിക്കർഷൻ വെച്ചെല്ലാം നേരത്തെ ഇങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യും. ഇക്വേഷൻ മറക്കണ്ട. അതായത് തൊട്ട് മുമ്പുള്ള നമ്പറും അതിന്റെ മുന്നത്തെ നമ്പറും, അതായത് n-1 4
4ന്റെ ഫിബൊനാച്ചി നമ്പർ n-2, അതായത് 3ന്റെ ഫിബൊനാച്ചി നമ്പർ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്തിൽ ഇത് കിട്ടുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്യാൻ നേരത്താണ് ഇത് കിട്ടുന്നത്. തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ നേരത്താണ് നമുക്ക് ഫിബൊനാച്ചി ഓഫ് ഒരു നമ്പർ കിട്ടുന്നത്. അപ്പൊ ഫിബൊനാച്ചി എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. അപ്പൊ നമുക്കത് റിക്കർഷൻ മൊത്തം ഞാൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം ഒരു പുതിയ പേജിലോട്ട് ഞാൻ ഫിബൊനാച്ചി നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്, ഫംഗ്ഷൻ ഫിബ് എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ പ്രോഗ്രാമിംഗിൽ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഫിബൊനാച്ചി ഓഫ് n ഈക്വൽ ടു ഇക്വേഷൻ ആണ് ഞാൻ നേരത്തെ എഴുതിയത് തന്നെ ഒന്നുകൂടി എടുത്തെഴുതുന്നേ ഉള്ളൂ. ഫിബൊനാച്ചി ഓഫ് ഫിബ് ഓഫ് n-1 പ്ലസ് n-2, ഫിബ് ഓഫ് n-1 n-2, അതായത് തൊട്ട് മുമ്പുള്ള നമ്പറും അതിന് മുന്നത്തെ നമ്പറും കൂടെ ആഡ് ചെയ്യാൻ നേരത്താണ് ഫിബൊനാച്ചി ഓഫ് നമ്പർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. ഇത് നമുക്ക് പ്രോഗ്രാമിംഗ് എങ്ങനെ എഴുതാന്ന് യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അതിന് ഞാൻ ഫിബ് എന്ന് പറഞ്ഞ നെയിം തന്നെ കൊടുത്തു, ഫിബ് നോഷ്യൂ n. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പം നമുക്ക് ഒരു കണ്ടീഷൻ സ്റ്റോപ്പ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് n ഈക്വൽ ടു, ഇഫ് n ഈക്വൽ ടു 0 ആണെങ്കിൽ, സീറോയുടെ ഫിബൊനാച്ചി നമ്പർ 0 എത്രയാണ്? ഫിബൊനാച്ചി നമ്പർ 0 റിട്ടേൺ റിട്ടേൺ 0. ഫിബൊനാച്ചി ഓഫ് 0 ആണെന്ന് നമുക്കറിയാം. 0യും 1ഉം നമുക്കറിയാം. ഫസ്റ്റ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്പർ 0 ആണ്. അപ്പം 0യും 1ഉം നമുക്കറിയാം. അപ്പം റിട്ടേൺ 0 കൊടുക്കും. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ഫിബൊനാച്ചി ഓഫ് n ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ഫിബൊനാച്ചി അല്ല ഫംഗ്ഷൻ കോളിങ്ങിന്റെ n ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ എന്ത് ചെയ്യണം? 1 കൊടുക്കണം. ഇത് രണ്ടും നമുക്ക് അറിയാം. ഫസ്റ്റ് ഫിബൊനാച്ചിയുടെ സ്റ്റാർട്ടിങ് റിട്ടേൺ 1ന്റെ ഫിബൊനാച്ചി 1 ആണ്, 0യുടെ ഫിബൊനാച്ചി 0 ആണ്. അത് രണ്ടും അറിയാം, അത് ആർക്കും അറിയാം. ഇത് രണ്ടിന്റെ സെയിം ആണ്. ബാക്കി 2ന്റെ ഒക്കെ അവരാണ് 1 വരുന്നത്, 2ന്റെ 1 ആണ്. പിന്നെ 3ന്റേത് അങ്ങനെ മാറി മാറി വരുന്നത്. റിട്ടേൺ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് രണ്ടും നമുക്ക് അറിയാം. ഫിബൊനാച്ചി 1ന്റേത് 1 തന്നെയാണ്, 0യുടേത് 0 ആണ്. ഇത് കണ്ടീഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും അല്ലെങ്കിൽ റിട്ടേൺ, പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. ഫിബൊനാച്ചി വെച്ച് നമ്മൾ റിക്കർഷൻ യൂസ് ചെയ്യുമ്പം റിട്ടേൺ ഫിബൊനാച്ചി ഓഫ് n-, നമ്മൾ ഇക്വേഷൻ തുടങ്ങി. ഫിബൊനാച്ചി ഓഫ് n-1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് n-2. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ, ഇതാണ് ഇതിന്റെ പ്രോഗ്രാം നമുക്ക് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോഗ്രാം ഇത് നമ്മൾ റിക്കർഷൻ യൂസ് ചെയ്താണ്. ഞാൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഇതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കോൾ. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഫിബൊനാച്ചി 5 n ഈക്വൽ ടു 5 ആണെന്ന് വിചാരിച്ചു. n ഈക്വൽ ടു 5 എന്ന് ഞാൻ കൊടുത്തു കൊടുത്ത്. അപ്പൊ ഫിബൊനാച്ചി 5 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫിബൊനാച്ചി 0 എങ്ങനെയാണ്? 0 തന്നെയാണ്. അതുപോലെ ഫിബൊനാച്ചി 1 എങ്ങനെയാണ്? 1 തന്നെയാണ്. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫിബൊനാച്ചി 0 ആണ്. ഫിബൊനാച്ചി n ഈക്വൽ ടു 1 ആണെങ്കിൽ 1 തന്നെയാണ്. n ഈക്വൽ ടു 0 ആണെങ്കിൽ 0 തന്നെയാണ്. പിന്നെ n ഈക്വൽ ടു 2 ആവാൻ നേരത്ത് എങ്ങനെയാണ്? ഫിബൊനാച്ചി ഓഫ് 2 എത്രയാണ്? അതായത് ഈ തൊട്ട് മുമ്പുള്ള ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് കിട്ടുന്ന എത്രയാണ്? 1. പിന്നെ ഫിബൊനാച്ചി ഓഫ് 3, ഈ തൊട്ട് മുമ്പുള്ള 1 + 1 3 2. പിന്നെ ഈ തൊട്ട് മുമ്പുള്ള രണ്ടെണ്ണം, ഇത് ഫിബൊനാച്ചി ഓഫ് 0യുടെ ഫിബൊനാച്ചിയാണ്, ഇത് 1ന്റെ ഫിബൊനാച്ചിയാണ്, ഇത് 2ന്റെ ഫിബൊനാച്ചിയാണ്, ഇത് 3ന്റെ ഫിബൊനാച്ചിയാണ്. ഫിബൊനാച്ചി ഓഫ് 4 ആകുമ്പോൾ എത്രയാവും? ഈ തൊട്ട് മുമ്പുള്ള 1 + 2 എത്രയാണ്? 3. ഈ 4ന്റേത് ഫിബൊനാച്ചി ഓഫ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന്റെ തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പേഴ്സ്, അതായത് 3. പിന്നെ നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? 5ന്റെ നമ്പർ ഫിബൊനാച്ചി എത്രയാണ്? അതായത് 2 + 3, തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പേഴ്സ് 2 + 3, അതായത് അത്ര നമുക്ക് കിട്ടുന്നത് 5 എന്ന് കിട്ടും. നമുക്ക് ഫിബൊനാച്ചി 5 ആണ് കിട്ടേണ്ടിട്ടുള്ളത്. വേണമെങ്കിൽ 6 കൂടെ എഴുതിയേക്കാൻ മനസ്സിലാവാൻ വേണ്ടി ഫിബൊനാച്ചി ഓഫ് 3 + 5, അതായത് 8 എന്ന് പറഞ്ഞു വരും. 6ന്റെ എത്രയാണ്? 8. ഇതാണ് ഫിബൊനാച്ചി പറയുന്നത്. എക്സെട്ര നമുക്ക് 1000 എത്ര വേണമെങ്കിലും പോവാം. അപ്പൊ ഫിബൊനാച്ചിയുടെ കാര്യം മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക്
റിക്കർഷൻ യൂസ് ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് ഫിബൊനാച്ചി ഓഫ് 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിബൊനാച്ചി ഓഫ് 5, ഫിബൊനാച്ചി ഓഫ് 2 1 ആണ്, 3 2 ആണ്, 4 3 ആണ്, 5 5 ആണ്. നമ്മൾ ഇങ്ങനെ ഈ പ്രോഗ്രാമിൽ എങ്ങനെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫിബൊനാച്ചി 5 നമ്മൾ കണ്ടുപിടിക്കണം. ഞങ്ങൾ കണ്ടു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ട് സ്ഥലത്തോട്ട് പോകണം. ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഇല്ലേ. ഫസ്റ്റ് നമ്മൾ 5 ഇവിടെ വരും. 5 ചെക്ക് ചെയ്യും. n = 0 അല്ല, ഇത് ഫിബൊനാച്ചി ഓഫ് n = 0 അല്ല, n = 1 അല്ല, n 5 ആണ്. അപ്പൊ ഈ കണ്ടീഷനിലോട്ട് വരും. ഫിബൊനാച്ചി ഓഫ് n - 2, n - 2 എത്രയാണ്? അത് എഴുതാം. ഫിബൊനാച്ചി ഓഫ് n - 2 5 - 1 അതായത് f എന്ന് പറഞ്ഞു കൊടുത്തു. f of 4, അതുപോലെ n - 2 അതായത് 5 - 2 എത്രയാണ്? 5ന്റെ -2 എത്രയാണ്? ഫിബൊനാച്ചി ഓഫ് 3 ആവും. 3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് വരുന്നത്. അഡീഷണലി ഫിബൊനാച്ചി ഓഫ് n - 1 4 പ്ലസ് ഫിബൊനാച്ചി ഓഫ് n - 2 അതായത് 3 വരും. പിന്നെ ഈ രണ്ട് ഫംഗ്ഷൻ ഇത് ഡയറക്റ്റ് ആഡ് ചെയ്യത്തില്ല. പിന്നെ ഇത് കോൾ ചെയ്യും. ഫിബൊനാച്ചി ഓഫ് 4നെ കോൾ ചെയ്യും. ഇത് ഫിബൊനാച്ചി ഓഫ് 3നെ കോൾ ചെയ്യും. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. ഫിബൊനാച്ചി ഓഫ് 4നെ കോൾ ചെയ്യും. ഫിബൊനാച്ചി ഓഫ് 4നെ കോൾ ചെയ്യും. പിന്നെ ഫിബൊനാച്ചി ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 വരും. നമുക്ക് പിന്നെ 4 വരാനകത്ത് രണ്ട് ചെക്ക് ചെയ്യും. 4 0 1 n = 1 0 അല്ല. ഇപ്പൊ ഫിബൊനാച്ചി ഓഫ് 4 - 1 4 - 1 എത്രയാണ്? 4 - 1 നമുക്ക് കിട്ടുന്നത് f of 3 എന്നും പറഞ്ഞു വരും. 4 - 2 വരും. 4 - 2 എത്രയാണ്? 2 തന്നെയാണ്. f of 2. പിന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാം. പിന്നെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യും. ഇവിടെ ചെക്ക് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ്? ഈ ഫംഗ്ഷൻ ഈ രണ്ടിനെയും പിന്നെ തിരിച്ചു കൊടുക്കും. ഡയറക്റ്റ് ആഡ് ചെയ്യത്തില്ല. ഫിബൊനാച്ചി 4 + 3 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യത്തില്ല. ഫംഗ്ഷനകത്താണ് നടക്കുന്നത്. ഫംഗ്ഷൻ പിന്നെ കോൾ ചെയ്യും. ഫംഗ്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്യാനും പറ്റത്തില്ലല്ലേ. അപ്പൊ ഈ ഫംഗ്ഷൻ പിന്നെയും കോൾ ചെയ്യാണ്. ഫിബൊനാച്ചി 4നെയും കോൾ ചെയ്യും, 3നെയും കോൾ ചെയ്യും. പിന്നെ ഫിബൊനാച്ചി ഇത് രണ്ടും ആഡിങ് ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യും. ഫിബൊനാച്ചി 3 വരാൻ നേരത്തെ എങ്ങനെയാണ്? 3 - 1 f of 2 ആവും. പിന്നെ ഇവിടെ f of 1 ആവും. ഇത് നമുക്ക് ആവശ്യമില്ലല്ലേ. f of 1 എന്ന് പറഞ്ഞാൽ ഫിബൊനാച്ചി പിന്നെ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ നേരത്ത് 1 ആണ് വരുന്നത്. 1 വരാൻ നേരത്ത് ചെക്ക് ചെയ്യും. 1 = 1 ആണ്. അപ്പം ഇവിടെ 1 റിട്ടേൺ ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടി 1 കിട്ടി. ഫിബൊനാച്ചി 1 എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. n = 1 ആണെങ്കിൽ റിട്ടേൺ 1 കൊടുക്കും. ഈ ഫംഗ്ഷൻ f of 1നെ പിന്നെ കോൾ ചെയ്യാൻ നേരത്ത് വന്ന് നോക്കാൻ നേരത്ത് 1 ആവും. അപ്പൊ റിട്ടേൺ 1 കൊടുത്ത് ഇവിടെ ആൻസർ കിട്ടി 1ൻ്റെത്. പിന്നെ നമ്മൾ ഇനി ഇവിടെ നോക്കാം. ഇവിടെ നോക്കാൻ നേരത്ത് ഫിബൊനാച്ചി ഓഫ് 3 എത്രയാണ്? 3നെ പിന്നെ കോൾ ചെയ്യും. ഈ ഫംഗ്ഷൻ പിന്നെ 3 കോൾ ചെയ്യും. 3 കോൾ ചെയ്യാൻ എത്രയാണ്? ഫിബൊനാച്ചി ഓഫ് 3 - 1 f of 2 ആണ്. പിന്നെ ഫിബൊനാച്ചി ഓഫ് 3 - 2 എത്രയാണ്? 1 ആണ്. f of 1 വരും. ഇവിടെ വരാൻ നേരത്ത് ഫിബൊനാച്ചി ഓഫ് 2 - 1 എത്രയാണ്? f of 1 വരും. ഫിബൊനാച്ചി ഓഫ് 2 - 2 എത്രയാണ്? f of 0 വരും. ഇനി നമുക്ക് ഈ 3 ഭാഗത്ത് കോൾ ചെയ്യണം. f of 0 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? f of 0 വരാൻ നേരത്ത് 0 റിട്ടേൺ ചെയ്യും. അപ്പൊ ഇതിന്റെ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ n 1 ആവാൻ നേരത്ത് 1. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇത് രണ്ടും ഇതായി. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ വേണം. ഓക്കെ, രണ്ടും പ്ലസ് ആണ്. ഇതിന്റെ നടുക്കെല്ലാം പ്ലസ് ഉണ്ട്, അത് മറക്കണ്ട. ഇത് വാല്യൂ കിട്ടിയതിന് ശേഷം നമുക്ക് ഫംഗ്ഷന്റെ അകത്ത് കിടക്കുന്നോളത്തോളം ഇത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കോൾ ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. ഫംഗ്ഷന്റെ പുറത്തെത്താൻ നേരത്ത് ഫംഗ്ഷന്റെ പുറത്തെത്തുന്നത് എങ്ങനെയാണ്? ഈ ഒരു രണ്ട് കണ്ടീഷൻ വരാൻ നേരത്തെ നമ്മൾ ഫംഗ്ഷന്റെ പുറത്തെത്തുള്ളൂ. 0 n = 0 or 1 n f of 1 0 or 1 ആവാൻ നേരത്ത് ഫംഗ്ഷന്റെ പുറത്തായി 1 0 ആവും. ഇനി നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം. 1 + 0 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം. അത് ഫസ്റ്റ് ഇങ്ങനെ കിടക്കട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു കാര്യം കൂടെ. ഇതിന് നമുക്ക് എത്ര കിട്ടും? f of 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഫിബൊനാച്ചി ഓഫ് n = 1 ആകുമ്പോൾ 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1 റിട്ടേൺ ആയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഇതും കൂടെ ഉണ്ട്. 2 - 2 f of 1 വരും ഇവിടെ, f of 0 വരും ഇവിടെ. ഇവിടെ നമുക്ക് 1 റിട്ടേൺ ചെയ്യും. ഇവിടെ നമുക്ക് 0 റിട്ടേൺ ചെയ്യും. ഈ രണ്ട് കണ്ടീഷൻ ശരിയായല്ലോ. n = 0 n = 1 ആവാൻ നേരത്ത് ഈ ഫംഗ്ഷന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങും, പുറത്ത് ചാടിയാൽ പിന്നെ നമ്മൾ പ്ലസ് ഇവിടെ എല്ലാത്തിൻ്റെ ഇടയിൽ പ്ലസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഈ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേണം ഈ രണ്ട് കണ്ടീഷൻ മെറ്റ് ആവാൻ നേരത്ത് വേണം നമ്മൾ ആഡ് ചെയ്യാനുള്ളത്. ഫംഗ്ഷനകത്ത് നിന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ 2 - 2 f of
എത്രയാണ് വരുന്നത്? 1 വരും. 2 മൈനസ് 2 എഫ് ഓഫ് 0 വരും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇതിന്റെ അവസാനം വരാൻ നേരത്തെ നമുക്ക് 0 1 കണ്ടീഷൻ കിട്ടി. ഇവിടെ നമുക്ക് എഫ് ഓഫ് 0 ആണ്, 1 എന്ന് പറഞ്ഞ 1 ആണ്. അത് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം. ഞാൻ റിക്കേഷനെ കുറിച്ച് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, റിക്കേഷൻ മനസ്സിലാവണം. അപ്പൊ റിട്ടേൺ ചെയ്ത് ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ നേരത്ത് 1 പ്ലസ് 0 എത്രയാണ്? 1 പ്ലസ് 0 നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പൊ ഫിബൊനാച്ചി ഓഫ് 2 എത്ര? 1 കിട്ടി. ഫിബൊനാച്ചി ഓഫ് 2 1 കിട്ടി. പിന്നെ ഫിബൊനാച്ചി ഓഫ് 1 ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് 1 പ്ലസ് 1 2 കിട്ടും. ഫിബൊനാച്ചി ഓഫ് 3 2 കിട്ടും. പിന്നെ ഈ ഒരു ബ്രാഞ്ചിലോട്ടോ, ഈ ബ്രാഞ്ച് വരാൻ നേരത്ത് ഫിബൊനാച്ചി ഓഫ് 2, അതായത് 1 ഫിബൊനാച്ചി 1 ഫിബൊനാച്ചി ഓഫ് 0 ഇത് രണ്ടും കൂടെ കൂട്ടി എത്രയാണ്? 2 ആണ് കിട്ടുന്നത്. 1 ആണ് കിട്ടുന്നത്. അപ്പം ഇത്രയും കിട്ടി. ഇവിടെ നിന്ന് മേളിലോട്ട് റിട്ടേൺ ചെയ്ത് വരികയാണ്. ആൻസർ റിട്ടേൺ ചെയ്ത് വരാൻ നേരത്ത് ഇങ്ങനെ ഇത് രണ്ടും എവിടെ നിന്നാണ് വന്നത്? അങ്ങോട്ട് പോകും. അങ്ങനെ വന്ന് റിട്ടേൺ ചെയ്തിട്ട് ഇപ്പം ഈ 2ഉം 3 ആയി. ഫിബൊനാച്ചി ഓഫ് 3 എത്രയാണെന്നാണ് ഇവിടെ നിന്ന് ഇത്രയും ചെയ്യാൻ നേരത്താണ് ഫിബൊനാച്ചി ഓഫ് 3 കിട്ടിയത്. 3 2 ആണ്. 2 പ്ലസ് 1 ഇത് രണ്ടും ആഡ് ചെയ്യാണ്. ഫംഗ്ഷൻ കോൾ ചെയ്ത് അവസാന കണ്ടീഷൻ മെറ്റായതിനു ശേഷം തിരിച്ച് റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിട്ടേൺ ചെയ്യാൻ നേരത്താണ് 3ൻ്റെ 2 കിട്ടി, 1 കിട്ടി. അതായത് 1 പ്ലസ് 1. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടാൻ നേരത്ത് എത്രയാണ്? 3 കിട്ടും. 3 ആണ്. 4ൻ്റെ എത്രയാണ്? 3 വരും. 3 ഇവിടെ 3 എന്ന് പറഞ്ഞ ഒരു ആൻസർ നമുക്ക് കിട്ടി. ഫിബൊനാച്ചി 4. ഈ ഒരു ഇത്രയും ബ്രാഞ്ച് ലൂപ്പ് കഴിഞ്ഞ് ഈ സാധനം കഴിഞ്ഞ ശേഷം നമുക്ക് എത്ര? 3 കിട്ടി. ഇനി അടുത്ത ബ്രാഞ്ച് കിടക്കൊണ്ട് ഫിബൊനാച്ചി ഓഫ് ഇത് n-1 5 മൈനസ് 1 4ൻ്റെ ആണ് കിട്ടിയിട്ടുള്ളത്. 5 മൈനസ് 2 ഉണ്ട് 3. ഇനി 3ൻ്റെ ബ്രാഞ്ചിലോട്ട് പോവാണ്. 3ൻ്റെ ബ്രാഞ്ചിലോട്ട് പോകാൻ നേരത്ത് എങ്ങനെയാണ്? ഫിബൊനാച്ചി ഓഫ് 3 മൈനസ് 1 2 കിട്ടി. 2 മൈനസ് 3 മൈനസ് 2 1 കിട്ടി. ഇത് രണ്ടിന്റെ ഇപ്പം 2ൻ്റെ 1 ആണ് നമുക്കറിയാം, 1 കിട്ടി. പിന്നെ ഇതിന്റെ എത്രയാണ്? ഇതിന്റെ നമ്മൾ ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് വരും. ഫിബൊനാച്ചി ഓഫ് 1 വരും, 0 വരും. ഇത് രണ്ടും ആഡ് ചെയ്യാൻ നേരത്ത് എത്രയാണ്? ഫിബൊനാച്ചി ഓഫ് 2 1 കിട്ടും. ഈ 1ഉം ഇവിടെ കിടക്കുന്ന 1ഉം ഈ രണ്ടും കൂടെ ആഡ് ചെയ്യും. ഇവിടെ അഡിഷൻ ഉണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ വരും. ഇത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം എത്ര കിട്ടും? 3 കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം 2 കിട്ടും. ആ 2 താണ്ട് ഇവിടെ വരും. ഇത് രണ്ടും ആഡ് ചെയ്യും, 2 കിട്ടും. 2ഉം 3ഉം കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് എത്ര? 3 പ്ലസ് 2 5. ഫിബൊനാച്ചി ഓഫ് 5 എത്ര കിട്ടി? 5 തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിക്കർഷനിൽ ഫിബൊനാച്ചി വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? നമുക്ക് n നമ്പേഴ്സ് ആണ് പോകേണ്ടത്. അപ്പം നമുക്കറിയാം O of n ആണ്. O of n എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയാണ് O of നമ്മൾ വരാൻ നേരത്ത് നോക്കിയാൽ മതി. ടൈം കോംപ്ലക്സിറ്റി ഓരോ എത്ര n നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്? 2n. O of n-1നെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. n-2 ഉണ്ട്. അങ്ങനെ നമ്മൾ കുറെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? O of n അല്ല, O of നമ്മളിതിനെ കോൾ ചെയ്യാൻ നേരത്ത് n-1ഉം n-2ഉം കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയാണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ O of n എക്സ്പോണൻഷ്യൽ ആണ്. ഓരോ എത്ര വട്ടം എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് കോൾ ചെയ്യുന്നത്? 2 വട്ടം അങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പം ഇതിന്റെ നമ്മൾ 2 വട്ടം, അതായത് ഒരു വട്ടം ഇവിടെ കോൾ ചെയ്ത് രണ്ടാമത്തെ വട്ടം ഇവിടെ കോൾ ചെയ്ത് 2 വട്ടം ഒരു ഫംഗ്ഷനെ 2 വട്ടം അങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? വളരെ അധികമാണ്. O of 2n ആണ് വരുന്നത്. 2 വട്ടം ഒരു ഫംഗ്ഷനാണ്. n-നെ 2 വട്ടം കോൾ ചെയ്യും. അതായത് 1 2. ഇപ്പൊ 2n എന്ന് പറഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൈമാണ് നമുക്ക് എടുക്കുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ നമ്പറും ചെക്ക് ചെയ്ത് 3 ചെക്ക് ചെയ്യും, 1 ചെക്ക് ചെയ്യും. കണ്ടത് തന്നെ പിന്നെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ ചെക്ക് ചെയ്ത് വരാൻ നേരത്ത് നല്ല ടൈമല്ലേ എടുക്കുന്നത്. ഓരോ ലൂപ്പ് താണ്ട് ഇവിടെ നിന്ന് 4നെ ചെക്ക് ചെയ്യും. ഈ ഒരു ലൂപ്പ് താണ്ട് ഇവിടെ ഇങ്ങനെ വരും. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചെക്ക് ചെയ്യും, ഇങ്ങോട്ട് ചെക്ക് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് ചെക്ക് ചെയ്യും. അതായത് 2 വട്ടം ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിനെ പിന്നെയും ചെക്ക് ചെയ്യും. ഒരു വലിയ ബ്രാഞ്ച് വരെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇത്ര 2n ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ഇതിപ്പോ റിക്കേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് എത്ര എഫിഷ്യന്റ് ആക്കാം നമ്മളെ പ്രോഗ്രാമിനെ, അതിനാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡൈനാമിക് പ്രോഗ്രാമിലോട്ട് നമ്മൾ വരാൻ നേരത്ത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ഇത് നമ്മൾ റിക്കേഷൻ യൂസ് ചെയ്താണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് നമുക്ക് എത്ര ഈസി ആയിട്ട് ഈ പ്രോഗ്രാമിംഗിനെ വർക്കാക്കാനാണ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെ മേലോട്ട് വരാം.
അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ അതൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം അതുപോലെ ഞാൻ ഒന്ന് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കണ്ടീഷൻ എന്താണ്? നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ n = 5 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. n 5 ആണ്. നേരത്തെ പറഞ്ഞ ഞാൻ 5 ആണ്. എക്സാമ്പിൾ അടുത്ത നമ്പർ ഇല്ല, അപ്പൊ ഞാൻ 5 കൊടുക്കാം, ഈസി മനസ്സിലാവാൻ. നമ്മളെ കണ്ടീഷൻ എങ്ങാണ്ട് n = 0 നമുക്ക് റിട്ടേൺ 0 ആണ്. അതുപോലെ തന്നെ if n = 1 ആവാൻ നേരത്ത് നമ്മളെ കണ്ടീഷൻ എന്താണ്? റിട്ടേൺ 1 ആണ്. റിട്ടേൺ 1. ഇത് രണ്ടുമാണ് നമ്മളെ കണ്ടീഷൻ. n = 1 ആവാൻ നേരത്ത് 0 ആവാൻ നേരത്ത് 0 1 0. ഇത് ഫിബൊനാച്ചി 1 0 അറിയണ്ടേ? അപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഫിബൊനാച്ചി 1 എത്രയാണ്? ഇവിടെ ഡൈനാമിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഷ് മാപ്പ് ഉണ്ടാവും. നമ്മൾ കണ്ടത് നമ്മൾ പിന്നെ യൂസ് ചെയ്യത്തില്ല. കണ്ടത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. നമ്മൾ കണ്ട സാധനം പിന്നെ എന്തിനാണ് എടുത്ത് നോക്കുന്നത്? ഡൈനാമിക് പ്രോഗ്രാം ഞാൻ നിന്നെ കണ്ടിട്ടാണെന്ന് ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഷ് മാപ്പ് ആണ്. ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ഹാഷ് മാപ്പിൽ കൊണ്ട് കണ്ട കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇട്ട് വെച്ചേക്കും. ഹാഷ് മാപ്പിലോട്ട് ഇട്ട് വെച്ചേക്കും. എന്നിട്ട് നമ്മൾ ഫിബൊനാച്ചി കോൾ ചെയ്യാൻ നേരത്ത് ചോദിക്കും. ഫിബൊനാച്ചി ഈ ഫംഗ്ഷൻ തന്നെ ചോദിക്കും, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹാഷ് മാപ്പ് പറയാൻ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ അവനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല, കണ്ടിട്ടുള്ളവന്റെ വാല്യൂ നമുക്ക് അറിയാമല്ലോ. അപ്പം ഹാഷ് മാപ്പ് യൂസ് ചെയ്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഹാഷ് മാപ്പാണ്. അപ്പം ഡൈനാമിക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഹാഷ് മാപ്പ്. ഹാഷ് മാപ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യും. ഹാഷ് മാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. നമുക്കിവിടെ രണ്ടൊരു കോളം ഉണ്ടാവും, കണ്ട കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനാണ്. അപ്പൊ ഞാനിവിടെ ചോദിക്കുകയാണ് ഫിബൊനാച്ചി 1 എത്രയാണ്? നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് വന്നതാണ്. ഇവിടെ ഫിബൊനാച്ചി 5 - 1 4, f(3) വരും. 5 - 2 f(3) വരും. ഈ ഒരു ബ്രാഞ്ച് വരാൻ നേരത്തെ ഈ ബ്രാഞ്ചിനകത്തോട്ട് എങ്ങനെ വരും? ഇതിന്റെ ഇടയ്ക്ക് പ്ലസ് ഉണ്ട്, ഇതിന്റെ ഇടയ്ക്കും പ്ലസ് ഉണ്ട്. ഇത് ആൻസർ കിട്ടിയതിനു ശേഷം നമ്മൾ അഡീഷൻ കണ്ടീഷൻ വർക്കാവുന്ന. ഇതിന് പ്ലസ് ഉണ്ട്, ഇവിടെയും പ്ലസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കും ഫിബൊനാച്ചി 5 - 1 4 ആണ്, 5 - 2 3 ആണ്. പിന്നെ ഇവിടെ ബ്രാഞ്ച് വരാൻ നേരത്ത് 4 - 1 3 -2 2 കിട്ടും. പിന്നെ ഈ ഒരു ബ്രാഞ്ച് 3ന്റെ ബ്രാഞ്ചിലോട്ട് വരും. 3 - 1 2 ആണ്. 3 - 1 3 - എത്രയാണ്? 3 - 2 3 - സോറി ചെറിയൊരു ശ്രദ്ധ മാറിപ്പോയി. 3 - 2 1 ആണ്. അങ്ങനെ ഇതിനെയും കോൾ ചെയ്യും, ഇതിനെയും കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഇതിന്റെ അവസാനം പറയാം. ഞാൻ നേരത്തെ വരച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫിബൊനാച്ചി 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. 5 പറയാൻ നേരത്ത് നമ്മൾ ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമ്മൾ കണ്ടിട്ടുള്ളവരെ ഞാൻ ഇപ്പം നമുക്ക് ലാസ്റ്റ് എത്തി ഫിബൊനാച്ചി 1 എത്രയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്? ഈ കണ്ടീഷനിൽ ഫിബൊനാച്ചി 1 ഇരിക്കാൻ നേരത്ത് 1 ആണ് ആൻസർ കിട്ടുന്നത്. 1 + 0. ഇപ്പൊ ഞാൻ ഇവിടെ ഹാഷ് മാപ്പിൽ നോക്കി, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫിബൊനാച്ചി 1 കണ്ടു. ഫിബൊനാച്ചി 1 കാണാൻ നേരത്തെ ഹാഷ് മാപ്പിൽ കൊണ്ട് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ കാണുന്ന സാധനങ്ങളെല്ലാം ഹാഷ് മാപ്പിൽ കൊണ്ട് ഇട്ടിരിക്കണം. 1 ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ 1 കണ്ടിട്ടില്ല, 1 ഞാൻ ഫസ്റ്റ് കണ്ടു. അപ്പൊ ഫിബൊനാച്ചി 1 എത്രയാണെന്ന് 1 ഇവിടെ 1 ഇട്ട് കൊടുത്ത്. ഫിബൊനാച്ചി 0 നമ്മൾ 0 കണ്ട് 0യുടെ ആൻസർ നമുക്ക് കിട്ടി. അപ്പം 0യുടെ ആൻസർ എത്ര? ഫിബൊനാച്ചി 0 നമ്മൾ 0 എന്ന് പറഞ്ഞു കൊടുത്ത്. 1 സോറി നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. 0 എന്ന് പറഞ്ഞു കൊടുത്ത്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് 0 + 1 എത്രയാണ്? 1 ആണ്. അപ്പം ഫിബൊനാച്ചി 2ന്റെ ആണ് 0 + 1. ഇത് രണ്ടും കൂടെ കൂട്ടാൻ നേരത്തെ 2 കിട്ടി. അപ്പൊ 2ന്റെ എത്ര നമുക്ക് കിട്ടി? 1 കിട്ടി. 0 + 1 കിട്ടി. അപ്പൊ ഫിബൊനാച്ചി 2നെ നമ്മൾ കണ്ടു. ഫിബൊനാച്ചി 2ന് നമ്മളിവിടെ ചെക്ക് ചെയ്യും. ഫിബൊനാച്ചി 2 ഈ ഹാഷ് മാപ്പിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ ഫിബൊനാച്ചി 2 = 1 എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഹാഷ് മാപ്പ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഫിബൊനാച്ചി ഇവിടെ ഫിബൊനാച്ചി 1 ഉണ്ട്, ഫിബൊനാച്ചി 1 നമ്മൾ പ്ലസ് ഫിബൊനാച്ചി 1 ആണ്. അപ്പോൾ ഫിബൊനാച്ചി 1 നമ്മൾ ഹാഷ് മാപ്പ് ഉണ്ടാകും നോക്കും. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടാകുന്ന നമ്മൾ ഡൈനാമിക് പ്രോഗ്രാം ചോദിക്കും, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടാകും. അപ്പം ഫിബൊനാച്ചി 1 നമ്മൾ ഹാഷ് മാപ്പ് കണ്ടിട്ടുണ്ട്, അപ്പോൾ 1 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയും എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 1, അതായത് ഫിബൊനാച്ചി ഓഫ് 3 എത്രയാണ് കിട്ടുന്നത്? 2 കിട്ടും. ഫിബൊനാച്ചി ഓഫ് 2 ഇപ്പൊ നമുക്ക് ഫിബൊനാച്ചി ഓഫ് 3 കിട്ടി. 3 കിട്ടാൻ നേരത്തെ നമ്മൾ ഹാഷ് മാപ്പിൽ കൊണ്ട് ഇട്ട് വെക്കണം. ഉണ്ടാകുന്ന നോക്കും, ഇല്ല. ഫിബൊനാച്ചി ഓഫ് 3 അത് കിടപ്പില്ല. അപ്പൊ ഇല്ല, നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ട് വെക്കും, 2 എന്ന് പറഞ്ഞ് ഇട്ട് വെക്കും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിബൊനാച്ചി ഓഫ് 2 നമ്മൾ കണ്ട കാര്യങ്ങൾ ഞാൻ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ട കാര്യങ്ങൾ ഒന്ന് ബോക്സിലോട്ട് ഇട്ട് വയ്ക്കാം. ഫിബൊനാച്ചി ഓഫ് 2 നമ്മൾ കണ്ട്, നമ്മൾ ഹാഷ് മാപ്പിൽ കിടക്കുന്ന കാര്യങ്ങൾ 1 നമ്മൾ ഹാഷ് മാപ്പിൽ നമ്മൾ ഇത്ര നേരം കണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഹാഷ് മാപ്പിലുള്ളതാണ്. സോറി, ഇത് നമുക്ക് വേണ്ട. നമ്മൾ കണ്ട സാധനമില്ലേ, ഇവിടെ എത്താൻ നേരത്തിൽ നമ്മൾ കണ്ട സാധനം, ഇത് നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ 2 കണ്ട്, ഫിബൊനാച്ചി ഓഫ് 3 നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഹാഷ് മാപ്പിൽ 3 കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ 2 കാൽക്കുലേറ്റ് ചെയ്യണോ? ഈ 4 വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങോട്ട് 2 സ്ഥലത്ത് വരണ്ടല്ലോ. ഈ ഒരു സാധനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഫിബൊനാച്ചി ഓഫ് 2 താണ്ട് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഹാഷ് മാപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യും. ഫംഗ്ഷൻ ഫിബൊനാച്ചി ഓഫ് 2 എന്ന് പറഞ്ഞ് കോൾ ചെയ്യാൻ നേരത്തെ നമ്മൾ ഹാഷ് മാപ്പ് ഡൈനാമിക് പ്രോഗ്രാം എന്ന് ചോദിക്കും, എടാ നീ എന്നെ കണ്ടിട്ടുണ്ടാന്ന് ഹാഷ് മാപ്പിൽ ഒന്ന് ചോദിക്കും. ഫിബൊനാച്ചി ഓഫ് 2 കണ്ടിട്ടുണ്ട്, 1 ആണ്. ഹാഷ് മാപ്പിൽ 2 എന്ന് പറഞ്ഞതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിടപ്പുണ്ട്. മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഫിബൊനാച്ചി ഓഫ് 2. പിന്നെ ഈ ഫിബൊനാച്ചി ഓഫ് 2 നമുക്ക് വേണ്ട. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ ക്രോസ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇത്രയും എഫിഷ്യന്റ് ആയില്ലേ? ഈ ഒരു 3 ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാതായി. അപ്പൊ ഫിബൊനാച്ചി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1 കിട്ടി. ആൻസർ ഇവിടെ കൊടുത്ത് ഹാഷ് മാപ്പ് പറഞ്ഞ എന്റെ അടുത്തുണ്ടാ ഞാൻ തരാന്ന് പറഞ്ഞ അടുത്ത് കൊടുത്ത് നമ്മൾ മുമ്പ് നമ്മൾ ചെക്ക് ചെയ്ത കാര്യങ്ങൾ ഒരു വട്ടം നമ്മൾ നോക്കിയ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലല്ലോ. ഒരു വട്ടം നമ്മൾ നോക്കിയ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. അപ്പൊ അത് നോക്കാൻ നേരത്തെ എങ്ങനെയാണ്? ഇവിടെ ഒന്ന് നോക്കും, ഇല്ല എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് കൊടുക്കും. നമുക്ക് ഇവിടെ ആൻസർ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. 2 ഫിബൊനാച്ചി ഓഫ് 4 എത്രയാണ്? 3. അപ്പൊ നമുക്ക് പുതിയൊരു ഫിബൊനാച്ചി ഓഫ് 4 കിട്ടി. അപ്പൊ നമ്മൾ ഹാഷ് മാപ്പിൽ വന്നതിന് ശേഷം കൂടെ ഒന്ന് മൂവ് ചെയ്യാണ്. ഫിബൊനാച്ചി ഓഫ് 4 നമുക്ക് എത്രയാണ്? 4 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 കൊടുക്കും. 3 ഫിബൊനാച്ചി ഓഫ് 3നെ നമ്മൾ ഹാഷ് മാപ്പിൽ കൊണ്ടിട്ട് പുതിയതായിട്ട് കിട്ടുന്ന എല്ലാം സ്റ്റോർ ചെയ്തിടും. നമുക്ക് ഫിബൊനാച്ചി ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ഇവിടെ കിട്ടും. ഹാഷ് മാപ്പിൽ എടുത്ത് എന്റെ അടുത്തുണ്ടാകാൻ ഞാൻ തരാമെന്ന് പറഞ്ഞു കൊടുക്കും. ഇനി നമ്മൾ ഈ ബ്രാഞ്ചിലോട്ട് വരും. ഈ ബ്രാഞ്ചിലോട്ട് വരാൻ എന്ത്? ഫിബൊനാച്ചി ഓഫ് 3. ഫിബൊനാച്ചി ഓഫ് 3 ചെക്ക് ചെയ്യണോ? നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഹാഷ് മാപ്പിലുണ്ട്. നമ്മൾ ഹാഷ് മാപ്പ് കോൾ ചെയ്യാൻ നേരത്തെ തന്നെ നമ്മൾ ഹാഷ് മാപ്പിനകത്ത് 3 എന്ന് പറഞ്ഞാൽ 2 എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര ഈ ഒരു കാര്യം വേണ്ട. ഇത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഹാഷ് മാപ്പിൽ ഈ 2ഉം 3ഉം എല്ലാം നമ്മൾ മനസ്സിലായില്ലേ? പ്രീവിയസ് നമ്മൾ ഫസ്റ്റ് ഒരു വട്ടം ചെക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ഹാഷ് മാപ്പിൽ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കാര്യത്തിന് ഇപ്പൊ നമുക്ക് ഈ ഇത്രയും ബ്രാഞ്ച് നമുക്ക് ഓഫായി. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇതെല്ലാം നമ്മൾ 3 + 1 എത്രയാണ്? 3 + 2 എത്രയാണ്? 5. ഫിബൊനാച്ചി 5 കിട്ടി. ആൻസർ കിട്ടി. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഇപ്പൊ നമുക്ക് എന്തെല്ലാം ഒഴിവായതാണ്ട് ഇത്രയും ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും കാര്യം നമ്മൾ ഓഫ്, ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇത്രയും നാളും ചെക്ക് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ ഹാഷ് മാപ്പിൽ കിടപ്പുണ്ടായിരുന്നാണ്ടേ. മനസ്സിലായില്ല? ഇതൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേട്ടു നോക്കണം. നിങ്ങൾ വരച്ച് നോക്കണം ഇതെങ്ങനെ വർക്കിംഗ് ആവുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഇത്രയും ടൈം എഫിഷ്യന്റ് നമുക്ക് കിട്ടി. ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ? ഇത്രയും വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോ 5ന്റെ ആണ്. ഇപ്പൊ നമുക്ക് ഫിബൊനാച്ചി 500 ഒരു 100 ഒക്കെ ആവുന്നത് എത്ര കാര്യങ്ങൾ നമുക്ക് യൂസ് ആവും, എത്ര വാല്യൂ നമുക്ക് ആവശ്യമില്ലാതാവും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ നോർമൽ ലൊക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണ്ടേ. അതാണ് പറഞ്ഞത് ഇതിന്റെ എഫിഷ്യന്റ്. ഡൈനാമിക് പ്രോഗ്രാം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എത്ര എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്ര? നമുക്ക് കുറച്ച് ചെക്ക് ചെയ്ത് ഒരു വാല്യൂ ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ നോക്കി നമ്മൾ n-1 ഒന്നും ചെക്ക് ചെയ്യണ്ട. നമുക്ക് ഈ ഒരു വാല്യൂ ചെക്ക് ചെയ്ത് പോയാൽ മതി. നമ്മൾ ഫസ്റ്റ് ഇവിടം പോലെ എത്താൻ നേരത്തെ നമുക്ക് ആൻസർ കിട്ടുന്നത് O(n) ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. O(n) ഡൈനാമിക് പ്രോഗ്രാം DP യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ നേരത്തെ എത്രയാണ്? O(n) ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി. മറ്റേത് നമുക്ക് O(n²) എക്സ്പെൻഷൻ വളരെ കൂടുതലാണ്. അപ്പം ടൈം നമ്മൾ എഫിഷ്യൻ നമ്മൾ ചെക്ക് ചെയ്യും. ഞാൻ ചെക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ടൈം കോംപ്ലക്സിറ്റി നമുക്ക് എങ്ങനെയാണെന്ന്, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇത് പ്രോഗ്രാമിംഗ് എങ്ങനെ വർക്കാവുന്നത് നോക്കാം.
ടൈം കോംപ്ലക്സിറ്റി ചെക്ക് ചെയ്ത് തരാം. നമ്മൾ നോർമൽ ഫിബിനാച്ചി വെച്ചും നമ്മൾ ഡി പി യൂസ് ചെയ്ത് ഫിബിനാച്ചി റിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നോർമൽ ഫിബിനാച്ചിയും പിന്നെ റിക്കേഷൻ ഡി പിയുടെ ഫിബിനാച്ചിയും കൂടെ വെച്ച് ചെയ്യാൻ നേരത്തെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഇത്ര ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായി, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ റിമൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. മനസ്സിലായതിനു ശേഷം പ്രോഗ്രാം ഇടണം. ടൈം കോംപ്ലക്സിറ്റി ഒക്കെ എത്ര യൂസ് ആണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ പ്രോഗ്രാം യൂസ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യാൻ നേരത്തെ തോന്നാം. ഡി പിയുടെ പ്രോഗ്രാം എഴുതാം. പിന്നെ ഇവിടെ ഫസ്റ്റ് എഴുതാൻ പോകുന്നത് നോർമൽ റിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. നോർമൽ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ റിക്കേഷൻ ഫിബിനാച്ചി നോർമൽ റിക്കേഷൻ റിക്കേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നോർമൽ റിക്കേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഫിബിനാച്ചിന്ന് FIB കൊടുക്കും, അങ്ങനെ കിടക്കട്ടെ, കുഴപ്പമില്ല. ഫിബിനാച്ചി ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ n ഈക്വൽ ടു 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ 0 ആണ്. അതായത് 0ക്ക് മുമ്പല്ല, ഞാൻ ലെസ് ദാൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ആയാലും ചെക്ക് ചെയ്യുന്നില്ല, എല്ലാത്തിനും 0 ആയിരിക്കും. റിട്ടേൺ 0 കൊടുക്കും, 1 കൊടുക്കും. ഈ രണ്ട് കണ്ടീഷൻ. അതായത് നോർമൽ ഫിബിനാച്ചി ആണ് എഴുതിയത്. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്, അവിടെ പോയി നോക്കിയാൽ മതി, മനസ്സിലാവും. ഇനി നമ്മൾ ഡി പി ഫിബിനാച്ചി നോക്കിയാണ്. ഡി പി ചെയ്യുന്നത് ഡി പി എന്ന് പറഞ്ഞാൽ മെമ്മറൈസേഷൻ ആണ്. മെമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഡൈനാമിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മെമ്മറൈസേഷൻ ആണ്. മെമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാല്യൂ ഇതിനകത്ത് ഉണ്ടാകുന്ന ചെക്ക് ചെയ്യും. നമ്മളെ മെമ്മറിയിൽ നമ്മൾ മുമ്പ് പഠിച്ചത് നമ്മൾ മെമ്മറിയിൽ പരീക്ഷ എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യൻ നമ്മളെ മെമ്മറിയിൽ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യും, മെമ്മറൈസേഷൻ. അത് നമ്മൾ ഹാഷ് മാപ്പിലാണ് മെമ്മറൈസേഷൻ. ഹാഷ് മാപ്പിനകത്ത് ഉണ്ടാകുന്ന നോക്കും, എടാ എൻ്റെ ഉണ്ടോ ഞാൻ തരാമെന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെയാണ് മെമ്മറൈസേഷൻ. അപ്പൊ നമ്മൾ പ്രോഗ്രാമിലോട്ട് വരാണെങ്കിൽ നമുക്ക് ഇനി ഡി പി യൂസ് ചെയ്തുള്ളത് നോക്കാം. മെമ്മറൈസേഷൻ ആണ് പറയുന്നത്. മെമ്മറൈസേഷൻ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഫംഗ്ഷൻ മെമ്മറൈസേഷൻ എന്ന് കൊടുക്കാൻ ഞാൻ പറയാം. മെമ്മറൈസേഷൻ ആണ്. നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫിബിനാച്ചിയുടെ പ്രോഗ്രാം നോക്കാം. ഞാൻ ഇതിനെ ഫിബ് ഓഫ് ഡി പി എന്ന് കൊടുക്കാം. ഫിബ് ഡി പി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷന് ഫിബ് ഡി പി എന്ന് പറഞ്ഞു കൊടുത്തു, n പാസ് ചെയ്ത് നമ്പർ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഫ് n ഇൻ ഹാഷ് മാപ്പ് നമുക്ക് ഹാഷ് മാപ്പ് ഹാഷ് മാപ്പിന്റെ കാര്യം മറന്നുപോയി. നമുക്ക് ഹാഷ് മാപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാഷ് മാപ്പിനകത്ത് നമ്മൾ 1ൻ്റെ 0 എന്ന് കൊടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഹാഷ് മാപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹാഷ് മാപ്പിനകത്ത് ഞാൻ നമ്മുടെ 0ൻ്റെ ഫിബിനാച്ചി എത്രയാണ്, 0 തന്നെയാണ്. അത് രണ്ടും നമുക്കറിയാം. 0ൻ്റെ ഫിബിനാച്ചി 0യും 1ൻ്റെ ഫിബിനാച്ചി 1 ആണെന്ന് നമുക്കറിയാം. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫിബിനാച്ചി ഓഫ് ഇത് നമ്മളെ ഫിബിനാച്ചി യൂസ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഇത് നമ്മളെ നോർമൽ റിക്കേഷൻ യൂസ് ചെയ്തുള്ള പ്രോഗ്രാമാണ്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഡേറ്റ് ടൈം ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് ടൈം എത്ര എടുത്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സാമ്പിൾ റിയൽ വേൾഡ് ആയിട്ട് ടൈമിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഹാഷ് മാപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഡി പി വെച്ചും ചെയ്ത് നോർമൽ റിക്കേഷൻ യൂസ് ചെയ്ത് രണ്ടിന്റെ വ്യത്യാസം ടൈമിൽ ഞാൻ എത്ര യൂസ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഇമ്പോർട്ട് ടൈം എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ടൈം ഇമ്പോർട്ട് ചെയ്യണം. ഡേറ്റ് ടൈം എന്ന് പറഞ്ഞെടുത്ത് ഡേറ്റ് ഇമ്പോർട്ട് ഡേറ്റ് ടൈം കൊടുത്തു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുത്ത് ഡേറ്റ് ടൈം ഡോട്ട് നൗ ഇതും കൊടുത്തു. അതിനുശേഷം പ്രിന്റ് ഫിബിനാച്ചിനെ കോൾ ചെയ്താണ്. പ്രിന്റ് ഫിബ് നമുക്ക് ഡി പിയും കോൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫിബിനാച്ചി ഓഫ് 1000 ഉണ്ട്.
ഒന്ന് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. കൊടുത്തതിന് ശേഷം ഇത് കഴിഞ്ഞു നമ്മൾ ഡേറ്റ ഇമ്പോർട്ട് ചെയ്താൽ അത് എൻഡ് ചെയ്യിപ്പിക്കണം. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് പ്രോഗ്രാം. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫിബൊനാച്ചി നമുക്ക് നമുക്ക് നോർമൽ റിക്കർഷൻ യൂസ് ചെയ്ത് നമുക്കൊരു ഫംഗ്ഷൻ കാണാം. ഇപ്പോൾ 5ന്റെ തന്നെ നമുക്ക് നോക്കാം. നോർമൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് 5ന്റെ ഫിബൊനാച്ചി കണ്ടുപിടിക്കാം. ഞാൻ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ലൈൻ 1 എന്ത് പറയാം, ലൈൻ 1 5 dp ഇതിനകത്ത് എന്താണത്? ശേഷം നോക്കട്ടെ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. സോറി, ഇതൊന്നുമില്ല. കോഡ് 2.7 seconds ആണ് നമുക്ക് എടുത്തത് ഫിബൊനാച്ചി ഓഫ് 5 കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയത്, ആൻസർ ഇവിടെ കാണിക്കുന്നില്ല. അതെന്താണ്? ഇല്ലേ, നമുക്ക് ഒരു ഓൺലൈൻ കമ്പനി ഞാൻ പൈതൺ യൂസ് ചെയ്യുന്നത് പൈജാമാണ്. വേറെ ആപ്പാണ്. PDGML മാത്രം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈൻ കമ്പൈലർ ഏതുണ്ട്? ഓൺലൈൻ GDB.pro. ഓൺലൈൻ GDBയിൽ കമ്പൈൽ ചെയ്ത് നോക്കാം. ഓൺലൈൻ GDB നമ്മൾ പൈതൺ കൊടുത്തു. പൈതൺ റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 5 ആണ്. ഫിബൊനാച്ചി 5 ആണ്. നമ്മൾ ടൈം എത്ര എടുത്തെന്ന് നോക്ക്. ഇവിടെ നമുക്ക് ടൈം 0, അതായത് 0.0 എത്ര സെക്കൻഡ് എടുത്ത് 26 സെക്കൻഡോളം ഈ ഒരു പ്രോഗ്രാം ടൈം ടേക്കൺ DP നമുക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു 23 സെക്കൻഡ് നമുക്ക് 26 സെക്കൻഡോളം എടുത്തിട്ടുണ്ട്. 0.000 സെക്കൻഡ് നമുക്ക് നമ്മൾ നോർമൽ ഫിബൊനാച്ചി കാൽക്കുലേറ്റ് ചെയ്താൽ, സോറി, നമുക്ക് ഫസ്റ്റ് മറ്റേ ഫിബൊനാച്ചി നോർമൽ റിക്കർഷൻ യൂസ് ചെയ്ത ഫിബൊനാച്ചി കോൾ ചെയ്യാം. ഇത് നമ്മൾ കോൾ ചെയ്തു. ഇത് നമുക്ക് റൺ ചെയ്തു. നമുക്ക് എത്ര എടുത്ത്? നമുക്ക് 23 ആണ് നമുക്ക് ടൈം എടുത്തിട്ടുള്ളത്. 23 നമുക്ക് നോക്കി വെച്ചേക്കാൻ. ഇതിനകത്ത് നമുക്ക് യൂസ്, ഇതിനകത്ത് എന്താണ് പ്രശ്നം? ലൈൻ 2ൽ എന്തോ ഇറങ്ങാൻ കഴിയും. പക്ഷെ ഇതിനകത്ത് എന്താ ഇറ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈൻ 2 അൺഎക്സ്പെക്റ്റഡ് ഇന്റന്റ്. പിന്നെ ഇന്റന്റ് എന്തോ ശരിയാവാത്തതിന്റെ കുഴപ്പമാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഇതിപ്പോ ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ ആൻസർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പഴയ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോർമൽ ഫിബൊനാച്ചി വെച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫിബൊനാച്ചി 5 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സേവ് കൊടുത്തു. ഇനി റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എടുത്ത ടൈം എത്രയാണ്? അതായത് സെക്കൻഡ്സ് അല്ല, ഇത് സെക്കൻഡ്, ഇത് മണിക്കൂർ, ടൈം, മിനിറ്റ്, സെക്കൻഡ്, അങ്ങനെയാണ്. ഈ സെക്കൻഡിൽ നമുക്ക് എത്ര എടുത്ത്?
അതായത് 1015 ഇത്രയും 0.001105 എന്ന് പറഞ്ഞ ടൈം എടുത്ത് നമ്മൾ ഈ നോർമൽ റിക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് റിക്കേഷൻ ഓഫ് 5 ആണ്, 5 ആണ്. നമുക്ക് ഇതിൻ്റെത് ഒരു 30 എടുത്ത് നോക്കാം. 30 കണ്ടുപിടിച്ച് നോക്കാം. റൺ ചെയ്ത് നോക്കാം. 30 എത്രയാണ് വന്നത്? 30ന്റെ ഫിബൊനാച്ചി എന്ന് പറഞ്ഞാൽ 832044 ആണ്. അതിന് നമുക്ക് ഇത്രയും ടൈം എടുത്തിട്ടുണ്ട്. ഇത്രയും ടൈം എടുത്ത് ഇതിന്റെ ഈ 30യുടെ തന്നെ നമുക്ക് നമ്മളെ ഫിബൊനാച്ചി ഓഫ് നമ്മളെ ഡൈനാമിക് പ്രോഗ്രാം യൂസ് ചെയ്ത് നോക്കാം. അതിന്റെ നോക്കാം. ഫിബ് ഓഫ് ഡി പി. ഇപ്പൊ ഡി പിയിൽ നമുക്ക് നോക്കാം. സേവ് ചെയ്തിട്ട് നോക്കാം എത്ര ടൈം എടുക്കുന്നത്. വാല്യൂ ഒക്കെ സെയിം ആണ്. പിന്നെ എത്രയാണ് നമുക്ക് ടൈം ചെക്ക് ചെയ്യാം. ടൈം എത്രയാണ്? നമുക്കൊരു ടൈം എടുത്തിട്ടില്ല. ഇവിടെ ടൈമേ എടുത്തിട്ടില്ല. അതായത് 00 സെക്കൻഡ്. ഇത്രയും ടൈം നമുക്ക് എടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് ടൈം നോക്കിയാണ് ഡിപിയുടെ വെച്ച് ചെയ്യാൻ നേരത്ത് നമുക്കിപ്പം ഡി പി അല്ലാതെ വെച്ച് ചെയ്യാൻ നേരത്ത് ഡി പി എടുത്ത് ചെയ്യാൻ നേരത്ത് നമുക്ക് ടൈം എടുത്തിട്ടില്ല. നമ്മൾ നോർമൽ റിക്വഷൻ വെച്ച് ചെയ്തപ്പോൾ നേരത്തെ ടൈം വേണ്ട. അതുപോലെ നമുക്ക് ഇനി വേറൊരു വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. ഡി പി ഓഫ് ഒരു 500 ചെക്ക് ചെയ്ത് നോക്കാം. അത് ഇത്രയും ടൈം എടുത്തിട്ടുള്ളൂ. 500 ഡി പി വെച്ച് ചെയ്യാൻ നേരത്ത് 500 ഇത്രയും ടൈമേ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഡി പി വെച്ച് മറ്റേ നമുക്ക് നോർമൽ ഇക്വേഷൻ വെച്ച് ഒന്നുകൂടെ ഈ 500 ചെക്ക് ചെയ്ത് നോക്കാം. രസമല്ലേ? ടൈം എത്ര എടുത്തെന്ന് കണ്ട. എത്ര ഡി പി ചെയ്യാനായിട്ടുള്ള എഫിഷ്യന്റ് ഉണ്ട്. എത്ര ടൈമാണ് നമുക്ക് യൂസ് ആയിട്ടുള്ളത് അത് നമ്മൾ ചെക്ക് ചെയ്യണം. എത്ര ടൈമാണ് നമുക്ക് ലാഭം കിട്ടിയത്. ഇത്രയും ടൈമിന്റെ യൂസ്. അതാണ് നമ്മൾ ഡി പി ചെയ്യാൻ നേരത്ത് നോർമൽ ഇക്വേഷൻ ചെയ്താലുള്ള വ്യത്യാസം കണ്ടില്ലേ. ഇത് ടൈം എടുക്കുന്നുണ്ട്. ഇത്രയും ടൈം റൺ ചെയ്യാനുള്ള ടൈം എടുക്കുന്നുണ്ട്. ഇതുമായിട്ട് ആൻസർ കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മൾ നോർമൽ ഫിബൊനാച്ചി വെച്ചിട്ടാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ടൈം നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതാണ് ചെക്ക് ചെയ്യുന്നത്. ഇതുമായിട്ടും റൺ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. റൺ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫിബൊനാച്ചി ഓഫ് 500 ചെക്ക് ചെയ്ത് ഇതിന് കഴിഞ്ഞിട്ടില്ല. ആൻസർ കിട്ടുമെന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. നോർമൽ ഫിബൊനാച്ചി ചെയ്യാൻ നേരത്ത് നോർമൽ റിക്കേഷൻ ചെയ്ത് ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്തേക്കുന്നത്. നോർമൽ റിക്കേഷൻ വെച്ച് 500 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതുമായിട്ട് കിട്ടിയിട്ടില്ല. ഡി പി വെച്ച് 500ന്റെ റിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആൻസർ ഇവിടെ കിട്ടി. ഇത്ര ടൈം എടുത്തിട്ടുള്ളൂ. ഇതുവരെ ആൻസർ ഇവിടെ വന്നിട്ടില്ല. ആൻസർ കിട്ടുന്നില്ല. ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആൻസർ ഇതുമായിട്ട് കിട്ടിയിട്ടില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. നോർമൽ ഫിബൊനാച്ചി വെച്ച് ഇത്രയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം കണ്ടുപിടിക്കാൻ അത്രയും ടൈം നമുക്ക് പോയില്ല. ഇതുവരെ ആൻസർ വരുന്നില്ല. ഇനി നമുക്ക് നമ്മൾ സ്വതാ ഫിബൊനാച്ചിയിൽ 500 ചെക്ക് ചെയ്യാം. നേരത്തെ ഞാൻ സേവ് ആക്കിയില്ല. അതിനൊരു പ്രശ്നം. ഫിബ് ഓഫ് ഡി പി നോക്കാം. അപ്പം ഫിബൊനാച്ചിയുടെ ഇത് ഡൈനാമിക് പ്രോഗ്രാമിന്റെ യൂസ് ചെയ്യാനില്ലേ. നമുക്ക് സേവ് ആക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. ഇതിനൊന്നും കിട്ടിയില്ല. ഇത് സ്റ്റാക്ക് കണ്ട. നമുക്ക് ടൈം എടുത്തോ. വളരെ കുറച്ച് ടൈമാണ് നമുക്ക് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഡി പി ചെയ്യുന്നത് വെറുതെ 2.2599 സെക്കൻഡ്സിലാണ് ഈ ഒരു കാര്യം ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയില്ലേ ഡി പി ഓഫ് നമ്മൾ ഫിബൊനാച്ചി സാധാരണ നോർമൽ ഇക്വേഷൻ വെച്ച് ചെയ്യാനെടുത്ത് എന്താ 84.28 സെക്കൻഡ്സ് ആണ് നമുക്ക് ടൈം എടുത്തേക്കുന്നത്. 0 ഇൻ ഇത്രയും ടൈം നമുക്ക് നേരത്തെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ വെറും 2 സെക്കൻഡ് 500ന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. 500ന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വെറും 2 സെക്കൻഡ്. ഇവിടെ ഫസ്റ്റ് ആദ്യം തൊട്ട് നോക്കിയാൽ നമ്മൾ ഫിബൊനാച്ചി ഓഫ് 5 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നോർമൽ ഇത് വെച്ച് നോക്കാനായിട്ട് നമ്മൾ ഡി പി വെച്ച് നോക്കാനായിട്ട് നമുക്ക് എത്രയാണ് 1 സെക്കൻഡ് 1 സെക്കൻഡൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മൾ മറ്റേ ഇത് വെച്ച് നോക്കാനായിട്ട് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് 1 ഇത്രയും സെക്കൻഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ വരാൻ നേരത്ത് ഫിബൊനാച്ചി ഓഫ് 30 നമ്മൾ നോക്കാൻ നേരത്ത് നമ്മൾ നോർമൽ ഇത് വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഇത്രയും ടൈം എടുത്തിട്ടുണ്ട്. നമ്മൾ ഡി പി വെച്ച് നോക്കാനായിട്ട് ഇത്രയും ടൈമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ 500ന്റെ വാല്യൂ ആണ്. ഫിബൊനാച്ചി ഓഫ് 500 ഇത്രയും വാല്യൂ ആണ്. അപ്പൊ ഇതിന് നമുക്ക് എത്രയാണ് കിട്ടുന്നത് 2 വെറും ഇത്രയും സെക്കൻഡ്സ് കൊണ്ട് കിട്ടി. മറ്റേത് എത്രയാണ് നമ്മൾ നോർമൽ റിക്കേഷൻ വെച്ച് ചെയ്തിട്ട് ആൻസർ പോലും വരുന്നില്ല. അത്രയ്ക്ക് ലാഗാണ്. അത്രയ്ക്ക് ടൈമാണ്. ആൻസർ പോലും കിട്ടുന്നില്ല. അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ അത്രയും ടൈം എടുക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നോർമൽ റിക്കേഷൻ വെച്ച് പറ്റുന്നില്ല. ഡി പി ചെയ്തപ്പോൾ നമുക്ക് എത്ര എഫിഷ്യന്റ് ആണ്. അപ്പൊ മനസ്സിലായില്ല. ഈ ഒരു എക്സാം റിയൽ വേൾഡ് ആയിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല.
DP ഒരു തൗസൻഡ്സ് കിട്ടത്തില്ല, സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ് കാണിക്കും. എല്ലാവരും സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. തൗസൻഡിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. മിക്കവാറും കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഒരു സംശയം. കിട്ടിയോ? സേവ് ആക്കിയിരിക്കാനും സോറി, സേവ് ചെയ്തിട്ട് നോക്കാം. അല്ല ഇറവ് ഇത്രയും വലിയ നമ്പർ കാൽക്കുലേറ്റ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഫിബൊനാച്ചി ഓഫ് തൗസൻഡ്സ് DPക്കും ചെയ്യാൻ പറ്റത്തില്ല. DP കൂടെ നമുക്ക് DP ഇതിനെക്കാട്ടി ഇങ്ങനത്തെ റിക്കേഷൻ ഇറവ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ വാല്യൂ ഇതിനെ കൊണ്ട് കാൽക്കുലേറ്റ് DPക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽ റിക്കേഷൻ പറയണ്ട, DPക്ക് ഇത്രയും വലിയ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നമുക്ക് ഇതിനെക്കാട്ടി എഫിഷ്യന്റ് ആയിട്ടുള്ള DP യൂസ് ചെയ്ത് വേറൊരു വഴിയാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിനെക്കാട്ടി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തൗസൻഡ്സോ ഒരു ലക്ഷം വരെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത്രയും ടൈം എടുത്തില്ല, വെറും ഇത്രയും സെക്കൻഡ്സ് എടുത്തുള്ളൂ. ബട്ട് നമുക്ക് ഇതിനെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറ്റുന്നില്ല. അത് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ നോർമൽ ഫിബൊനാച്ചിയും നമ്മളുടെ DP യൂസ് ചെയ്തിട്ടുള്ള ഫിബൊനാച്ചി കൂടെ നോക്കാൻ നേരത്തുള്ള ടൈം കോംപ്ലക്സിറ്റി നോക്കണം, എത്ര വ്യത്യാസമാണ് വരുന്നതെന്ന് അറിയാമല്ലേ. അപ്പം DP യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണ് ഈ ഒരു തൗസൻഡ് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. DP യൂസ് ചെയ്താലും പറ്റുന്നില്ല. ഇതിനെക്കാട്ടും മോർ ടൈംസ് ആണ് എടുക്കുന്നത്. പ്രീവിയസ് ലൈൻസ് റിപ്പീറ്റഡ് 996 മോർ ടൈംസ്. ഇത്രയും ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. DPക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് DPക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫിബൊനാച്ചി 1000 എന്ന് പറഞ്ഞാൽ ഈ ടെർമിനൽ മൊത്തം നിറയെ നമ്പറുണ്ട്. അപ്പം നമുക്ക് ഇത് കൂടെ എഫിഷ്യന്റ് ആയിട്ട് ഇപ്പം 1000 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ടൈം കുറച്ച് ഒട്ടും ടൈം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വേഗം ഞാൻ പറഞ്ഞുതരാം. ആ ഒരു വേഗം കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ ഈസിയാണ്. ഇതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ന്യൂ പേജ് എടുക്കാം. അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനു ശേഷം നമ്മൾ ഇത്തിരി കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വേയിലാണ് നമ്മൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഇങ്ങോട്ടൊന്ന് കൂട്ടാം. അപ്പൊ ഇത്തിരി കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള വേയാണ്, നമുക്ക് അത് നോക്കാം. ഇത് നമുക്ക് ഇപ്പൊ ഫിബൊനാച്ചി ഓഫ് നമ്പർ എഴുതാൻ. ഫിബൊനാച്ചി ഓഫ് 0 ആണ്, 1ൻ്റെത് 1 ആണ്. അതുപോലെ തന്നെ ഫിബൊനാച്ചി ഓഫ് 2ൻ്റെത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് 1 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് 2 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് 3 ആണ്. 3യും ഇതും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് എത്ര കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് 3 + 2 5 ആണ്. 5 + 3 നമുക്ക് 8 ആണ്. 8 + 5 നമുക്ക് 13 ആണ്. 13 + 8 നമുക്ക് എത്ര കിട്ടുന്നത്? 21 ആണ്. 21 + 30 എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 34 ആണ്. അങ്ങനെ 55 നെക്സ്റ്റ് കിട്ടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഫിബൊനാച്ചി. അപ്പൊ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, അങ്ങനെ പോകും. 4.3 ആണ്, അങ്ങനെ ഇത് 5ൻ്റെ ആണ്. അപ്പൊ ഇങ്ങനെയാണ് പോണത്. അപ്പൊ ഇത് നമുക്ക് ഇത്തിരി കൂടെ എഫിഷ്യന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ DP വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വഴിയാണ്. നമുക്ക് C എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മറ്റേ കാര്യങ്ങൾ വരാൻ നേരത്തെ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ DP വെച്ച് ചെയ്തപ്പം നമുക്കിവിടെ ടൈം മാത്രം നോക്കിയാൽ പോരല്ലോ, ഇവിടെ സ്പേസും കൂടെ നോക്കണം. ഇപ്പൊ ഈ ഹാഷ് മാപ്പ് യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഹാഷ് മാപ്പിന് എത്രയാണ്? O(n) ആണ് വരുന്നത്. ഇത്രയും വാല്യൂ സ്റ്റോർ ചെയ്യണ്ടേ? ഹാഷ് മാപ്പ് സ്പേസ് കോംപ്ലക്സിറ്റിയും കൂടെ നമ്മൾ നോക്കണ്ടേ? ടൈം കോംപ്ലക്സിറ്റി O(n) നമുക്ക് DP യൂസ് ചെയ്ത് കിട്ടിയപ്പം കിട്ടി. പിന്നെ നമ്മൾ സ്പേസും കൂടെ നോക്കണ്ടേ? സ്പേസ് നമുക്ക് O(n) ആണ് ഇവിടെ കിട്ടുന്നത്. O(n²) കിട്ടും. ഇത്രയും വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണ്ടേ? സ്പേസ് കോംപ്ലക്സിറ്റി O(n) ആണ്. നമുക്ക് O(1) വെച്ച് നോക്കാം. ഇതിൽ സ്പേസ് കുറയ്ക്കാം. ഈ ഹാഷ് മാപ്പ് യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇനി പറയാം. ഇതിൽ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവേ. അതായത് നമുക്ക് ഇത്രയും വാല്യൂ നമ്മൾ ഹാഷ് മാപ്പിൽ ചെക്ക് ചെയ്യണ്ടേ നേരത്തെ DP യൂസ് ചെയ്ത് ചെയ്യാൻ നേരത്ത്. ഇത്രയും വാല്യൂ ചെക്ക് ചെയ്യാതെ നമ്മൾ ഹാഷ് മാപ്പ് ഇത്ര യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1000ൻ്റെ വാല്യൂ കിട്ടാത്തത്. ഇത്രയും വാല്യൂ ഹാഷ് മാപ്പിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഇത് കിട്ടത്തില്ല. സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം
ടൈം സ്പേസ് ഇല്ലാതെ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ഇല്ലാതെ എങ്ങനെ ചെയ്യാനാണ് ഇനി നോക്കുന്നത്. ഇതിൽ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വലിയ വാല്യൂസ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇത്രയും ഹാഷ് മാപ്പിനകത്ത് ഓരോ വാല്യൂ നമുക്ക് കിട്ടുന്നതുകൊണ്ട് സ്റ്റോർ ചെയ്യേണ്ടത്. സ്പേസ് കോംപ്ലക്സിറ്റി ഇല്ലാതെ അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി ഇല്ലാതെ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. എവിടെയാണ് നമ്മൾ ചെയ്തിട്ടിരുന്നത്? അപ്പോൾ നമ്മുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. പുതിയൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാലേ ഇപ്പോൾ നമുക്ക് ഫിബൊനാച്ചി ഓഫ് 55 എത്രയാണ്? ഈ തൊട്ട് മുമ്പുള്ള 34 പ്ലസ് ഈ 21 ഇത് രണ്ടും കൂടെ കൂട്ടാൻ നേരത്ത് നമുക്ക് 55 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിബൊനാച്ചി ഓഫ് 34 എത്രയാണ്? ഈ തൊട്ട് മുമ്പുള്ള ഈ 13 ഈ 21 കൂട്ടാൻ നേരത്ത് നമുക്ക് 34 കിട്ടുന്നുണ്ട്. അതുപോലെ 21 എത്രയാണ്? തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂ കൂട്ടാൻ നേരത്താണ് നമുക്ക് ഫിബൊനാച്ചി ഓഫ് ഇത് കിട്ടുന്നത്. ഇതിപ്പോൾ 1 ആണ്, 2 4 6 ആണ്, 5 6 7 8 9 അങ്ങനെ 10 വരെ പോകും. അപ്പോൾ തൊട്ട് മുമ്പുള്ള വാല്യൂ കിട്ടുന്നത് ഫിബൊനാച്ചി ഓഫ് 8 കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂ 34 കിട്ടുന്നത് എങ്ങനെയാണ്? തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂ കൂട്ടാൻ നേരത്താണ് നമുക്ക് 34 കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കൂടെ ഈസി ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞാൽ നമുക്ക് സി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. നമ്മളുടെ എ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാമോ? എ എന്ന് പറഞ്ഞാൽ ഇതെന്ന് വിചാരിക്കാം. എ എന്ന് പറഞ്ഞാൽ ഇത്, ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് സി കിട്ടൂലേ, ഈക്വൽ ടു സി. 54ൻ്റെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 54 കണ്ടുപിടിക്കണമെങ്കിൽ 21 പ്ലസ് 34. 10ൻ്റെ ഫിബൊനാച്ചി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്? 55 ആണ് 10ൻ്റെ ഫിബൊനാച്ചി. അത് എത്രയാണ് കണ്ടുപിടിക്കുന്നത്? തൊട്ട് മുമ്പുള്ള അതും അതിന് മുമ്പുള്ളത്. അതായത് ഇത് എ എന്നാണ് വെച്ചാൽ ഇത് എ എന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഇത് ബി. ഈ എ പ്ലസ് ബി അല്ലെ സി 55 കിട്ടുന്നത്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനെങ്ങനെയാണ് നമുക്ക് വർക്കാവുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്ക് 3 വേരിയബിളുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇപ്പം ഫിബൊനാച്ചി 5 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ സി എന്ന് പറഞ്ഞ് എൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിബൊനാച്ചി ഓഫ് ബി എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള വാല്യൂ n-1. എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ n-2. അതായത് n-2. അതായത് ഈ എന്നിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂസ് കൂട്ടാൻ നേരത്ത് നമുക്ക് ഈ n കിട്ടുന്നുണ്ട്, എന്നിൻ്റെ ഫിബൊനാച്ചി കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് n = 5ൻ്റെ ഫിബൊനാച്ചിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് 5ൻ്റെ ഫിബൊനാച്ചി എങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കാം. ഇവിടെ 0 1 0 സോറി നമുക്ക് 0 ഉണ്ട്, 1 ഉണ്ട്, പിന്നെ 1 ആവും, പിന്നെ 2 ആവും, പിന്നെ 3, പിന്നെ 5. ഇതാണ് ഫിബൊനാച്ചി 5ൻ്റെ ഇത് വരുന്നത്. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിബൊനാച്ചി 5 വരും. അപ്പോൾ നമ്മൾ 5 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയേ ഇതിപ്പം 5ൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. ഈ 2 + 3 തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂസ് കൂട്ടിയാൽ പോരെ. അതാണ് ഫിബൊനാച്ചി 5. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 5 കിട്ടില്ലേ. അപ്പോൾ ഈ രണ്ട് തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂ എത്തി നമുക്ക് ഇത്രയും ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ നമ്മളിപ്പം ഫിബൊനാച്ചി ഓഫ് 55 കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് ഈ രണ്ട് വാല്യൂ കൂട്ടിയാൽ പോരെ. ഇത്രയും വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഇത്രയും നമുക്ക് ആവശ്യമില്ലല്ലേ. ഈ രണ്ട് തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂ എടുത്താൽ നമുക്ക് 55 കിട്ടൂലേ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 34 നോക്കിയതാണ്ട് ഈ രണ്ട് വാല്യൂ നമുക്ക് നോക്കിയാൽ പോരെ. ഇത് ഇത്രയും നമുക്ക് ചെക്ക് ചെയ്യണോ? വേണ്ടല്ലേ. ഇത്രയും ആവശ്യമില്ല. അപ്പോൾ ഇത്ര സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് ഇത്രയും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടൈമും വളരെ കുറയും. അപ്പം ഇതാണ് എൻ്റെ യൂസ്. തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂ മതി. അതിന് ഇത്ര ഇതിന് ബാക്കിലുള്ള മൊത്തം നമ്പർ 1 തൊട്ട് ഇപ്പോൾ നമ്മൾ 500 ഫോർ എക്സാമ്പിൾ 500 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 500ന് എന്ന ഫിബൊനാച്ചി എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂ ചെക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഇത് 1 തൊട്ട് 500 വരെ ചെക്ക് ചെയ്യേണ്ട ഇത്രയും സ്പേസ് നമുക്ക് സ്പേസിൻ്റെ ടൈം പോകില്ലേ. അപ്പം അതായത് എഫിഷ്യൻ്റായിട്ട് ഇത് കൂടെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം തൊട്ട് മുമ്പുള്ള രണ്ട് വാല്യൂസ് നമുക്ക് മതി. ഇപ്പോൾ ഫിബൊനാച്ചി 5 ആണെങ്കിൽ നമുക്ക് ഫിബൊനാച്ചി ഓഫ് എത്ര വേണം? 1ഉം 2 3യും വേണ്ടി പോരെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഫിബൊനാച്ചി 5 ആണ്. 5ൽ വരാൻ നേരത്തെ നമുക്ക് ഫസ്റ്റ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ 1 എന്ന് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കൊടുക്കും. അതായത് സി 1 കൊടുക്കും. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കൊടുക്കും. നമുക്ക് ഫസ്റ്റ് നമ്മൾ രണ്ട് വാല്യൂ അസൈൻ ചെയ്യണം.
നമുക്ക് എ ഈക്വൽ ടു 0, നമുക്ക് 2 വേരിയബിൾ ഉണ്ട്. എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കണം. ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇത് രണ്ടും വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചേക്കണം നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ നേരത്തെ. അതായത് എ ഈക്വൽ ടു 0 തൊട്ടിൽ തുടങ്ങണം 0, ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് ഇത് വെച്ചേക്കണം. സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. സി ഈക്വൽ ടു എ പ്ലസ് ബി, അതാണ് നമുക്ക് സി ഈക്വൽ ടു എ പ്ലസ് ബി. നമ്മളിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് അതായത് നമ്മൾ ഇഫ് എൻ ഈക്വൽ ടു 0 ആണ്, എൻ ഈക്വൽ ടു 1 ആണെന്ന് 2 കണ്ടീഷൻ ചെയ്യാം. ഈ കോഡ് എങ്ങനെയാണ് എഴുതുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ കോഡ് എഴുതാനകത്ത് ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഇഫ് എൻ ഈക്വൽ ടു 1, ഇത് നമുക്കൊരു ഫോർ ലൂപ്പ് ഇട്ട് ചെയ്താൽ പോരെ. റിട്ടേൺ 1. ഇഫ് എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈക്വൽ ടു 0 ആണെങ്കിൽ റിട്ടേൺ 0 കൊടുക്കാം. അതുപോലെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ നേരത്തെ വെറും ഒരു ഫോർ ലൂപ്പിനകത്തിട്ട് കാര്യം തീർക്കാം. അതായത് ഫോർ ഐ ഇൻ റേഞ്ച്, അതായത് n-2 വരെ പോകും. n-2 ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് നമ്മൾ എയും ബിയും 0-ൽ അസൈൻ ചെയ്തത്. എ 0-ലും ബി 1-ലും. അതായത് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഇത് എ എന്ന് കൊടുത്തു. ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 1 എക്ക് മുമ്പുള്ളതാണ്, ബിക്ക് മുമ്പുള്ളതാണ് എ എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ 0, 1 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വാല്യൂ 0, 1 വലിയ നമുക്കുള്ളത്. അപ്പോൾ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ലൂപ്പിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. പിന്നെ പോകാൻ നേരത്ത് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ ഈക്വൽ ടു ബി ആവും. എ എന്ന് പറഞ്ഞാൽ ബിയുടെ തൊട്ട് മുമ്പുള്ള വാല്യൂ ബി ഈക്വൽ ടു സി ആണ്. ബി ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കൊടുക്കും. അത് ഞാൻ ഇപ്പോൾ കോഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഇങ്ങോട്ട് നോക്കിയോ. ഫസ്റ്റ് നമുക്ക് ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർ ഐ ഇൻ റേഞ്ച്. ഐ എത്ര തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റേഞ്ച് n-2. ഇപ്പോൾ നമുക്ക് ഫിബൊനാച്ചി 5 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 5 അതായത് എത്ര വരും പോകും? 5 - 2 3 ആണ്. അപ്പോൾ 3യുടെ ഫിബൊനാച്ചി വരെ പോകും. നമുക്ക് 3 വരെ ഉള്ളതായാലും ആവശ്യമുള്ളൂ. നമുക്ക് 3 + 4 നോക്കിയാൽ കിട്ടൂല ആൻസർ. അപ്പോൾ 2 ഫിബൊനാച്ചി n-2 വരെ പോകും. അപ്പോൾ എങ്ങനെയാണ്? 1 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. 5ൻ്റെ കാൽക്കുലേറ്റർ 1 ഉണ്ട്, 0 ഉണ്ട്. 1 അല്ല, 0 ഉണ്ട്, 1 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3. ഇത്രയും പോരെ. നമുക്ക് ഫിബൊനാച്ചി 5 - 2 അതായത് 3 വരെ പോകും. 5 - 2 3 വരെ പോകും. അപ്പോൾ ഇവിടെ വരാൻ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ സി എത്രയാണ്? സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. എ എത്രയാണ്? 1 + 0. അപ്പം നമ്മൾ ഫസ്റ്റ് സി എത്രയാണ്? 1 ആവാം. എ പ്ലസ് എയും ബി നമ്മൾ 0, 1, എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സി എത്രയാണ്? എ പ്ലസ് ബി 1 ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എ ഈക്വൽ ടു 1 ആക്കി കൊടുക്കും. എ ഈക്വൽ ടു 1 ആക്കും. ബി ഈക്വൽ ടു 1 ആക്കും. ഇതെല്ലാം 1 ആവും. എയുടെ വാല്യൂ എന്താണ്? എ ഈക്വൽ ടു ബി എന്നല്ലേ പറഞ്ഞത്. എ ഈക്വൽ ടു ബി ആവാൻ നേരത്തെ എയുടെ വാല്യൂ 1 ആവും. ബി ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സി ഇതിൻ്റെ വാല്യൂ ഇല്ലേ? എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എന്നല്ലേ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പം സിയുടെ വാല്യൂ എത്രയാണ്? 1 ബിക്ക് ആവും. നെക്സ്റ്റ് ഇറ്ററേഷൻ വരാൻ നേരത്തെ നമുക്ക് എത്രയാവും? സി ഈക്വൽ ടു ഈ റേഞ്ച് നമുക്ക് n-2 വരെ പോകും. അപ്പം സി ഈക്വൽ ടു എത്രയാവും? എ പ്ലസ് ബി. എയും ബിയും 1 + 1 അപ്പോൾ 2 ആവും. 2 നമ്മൾ ബി എത്ര വരും? എക്ക് എത്ര വരും? എ ബിയുടെ മുമ്പത്തെ വാല്യൂ 1 തന്നെയാണ്. പിന്നെ ബി എത്രയാണ്? നമ്മുടെ സിയുടെ വാല്യൂ 2 ആണ്. പിന്നെ നമ്മൾ അടുത്ത ഇറ്ററേഷൻ വരാൻ നേരത്ത് ഈക്വൽ ടു 1 + 2 3 ആണ്. പിന്നെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ബിയുടെ മുമ്പത്തെ വാല്യൂ 2 ആക്കി കൊടുക്കും. എ ആണ്. പിന്നെ ബി എത്രയാണ്? നമുക്ക് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3ൻ്റെ സി ആണ് 3. നെക്സ്റ്റ് ഇറ്ററേഷൻ വരാൻ നേരത്തെ എങ്ങനെയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടും. സി ഈക്വൽ ടു 5.
അപ്പോൾ 1 2 3 4 n-2 ഐട്രേഷൻ വരെ പോകും. പിന്നെ v = a = എത്രയാണ്? നമ്മൾ 3യുടെ മുമ്പത്തെ bയുടെ മുമ്പത്തെ വാല്യൂ എത്രയാണ്? 3. b = 5. നമ്മൾ ഐട്രേഷൻ്റെ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് n = എത്ര വരെയാണ് പോകുന്നത്? i in range n-2 വരെ ഇത് പോകും. അപ്പോൾ നമുക്ക് ആൻസർ 5 ഇവിടെ കിട്ടി. കണ്ടോ, ഇത്ര ഈസി ആയിട്ട് നമുക്ക് 5 കിട്ടി. ഇപ്പോൾ ഏത് വാല്യൂ ആണെങ്കിലും ഈ ഒരു ഐട്രേഷൻ വെച്ച് കാൽക്കുലേറ്റ്, അതായത് തൊട്ട് മുമ്പുള്ള 2 വാല്യൂ വെച്ചാണ് നമുക്ക് കാൽക്കുലേറ്റ് പോകുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. കണ്ടോ, 5ൻ്റെ വാല്യൂ കിട്ടിയില്ല. ഈ റേഞ്ച് ഒരു പേരും ഫോർ ലൂപ്പ് ഇട്ടിട്ട് നമുക്ക് റിക്കേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇത് കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ടൈം കൂട്ടിയിട്ട് ഫിബൊനാച്ചി കണ്ടുപിടിക്കാൻ ഇത് കൂടെ ഈസിയുള്ള വഴിയാണ്. അപ്പം ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൻ്റെ യൂസ് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമുക്കിനി എങ്ങനെ കോഡ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ മനസ്സിലാകുന്നതായിരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, കമൻറ്റ് ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത് നോക്കാം. ഇതിന് ശേഷം തോന്നുന്നതിന് ശേഷം കോഡ് ചെയ്ത് നോക്കാം. ഇത് കോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഇങ്ങോട്ട് വരാം. പുതിയൊരു ഡി പി എന്ന് പറഞ്ഞാൽ ന്യൂ ഡി പി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കാം. ന്യൂ ഡി പി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഐട്രേറ്റീവ് ഫിബൊനാച്ചി. അത് ഒരു ഫോർ ലൂപ്പിനകത്ത് ഐട്രേറ്റ് ചെയ്യണം. അതിൽ കൂടെ ഐട്രേറ്റ് ഡി പി ഫിബ് ഫംഗ്ഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ന്യൂ ഡി പി എന്ന് പറഞ്ഞ് കൊടുത്തു. ന്യൂ ഡി പി എന്നിട്ട് ഈ ഫംഗ്ഷൻ, അതായത് നമുക്ക് n വരെ പോകണം. സോറി, ഞാൻ നേരത്തെ n-1 എന്ന് പറഞ്ഞു. നമുക്ക് n വരെ പോയാൽ മതി. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ഇഫ് n = 0 ആണെങ്കിൽ, ഇപ്പോൾ n = 0 ആണെങ്കിൽ നമ്മൾ റിട്ടേൺ 0 കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ ഫോർ ലൂപ്പ് എടുക്കും. നമ്മൾ എയും ബിയും ഞാൻ പറഞ്ഞില്ലേ, എയും ബിയും a = 0യും b = 1 എന്ന് പറഞ്ഞ് ഫസ്റ്റ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 to n+1 വരെയാണ് പോകേണ്ടത്. അതായത് 2 തൊട്ട് n+1 വരെ i in range. അതായത് നമുക്ക് 1ൻ്റെ വാല്യൂയും 2ൻ്റെ വാല്യൂ അറിയാമല്ലോ. ഇതിൽ കൂടി ഈസി. ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം n = 2 തൊട്ട് n+1. n+1 എത്രയാണ്? 5+1. 5ൻ്റെ ആണെങ്കിൽ നമുക്ക് 5+1 6 വരെ പോകും. അതാണ് ഇതിൻ്റെ ഐട്രേഷൻ. 6 തൊട്ട് ഐട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് 2 തൊട്ട്, അതായത് 2 തൊട്ട് 6ാമത്തെ വരെ ഐട്രേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം a = b. നമുക്ക് ഇത് വേറെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. a, b. b എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് a തന്നെയാണ്, എനിക്കറിഞ്ഞൂടാ. ഇതിൻ്റെ നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞിരുന്ന വഴി തന്നെ ചെയ്യാം. ഇതിൽ കൂടെ കൺഫ്യൂഷൻ ആകുന്ന രീതിയാണ്. നമുക്ക് n-1 വരെ തന്നെ പോവാം. ഞാൻ പറഞ്ഞ വഴി തന്നെ നല്ലത്. റിട്ടേൺ ചെയ്യാൻ കൊടുക്കേണ്ടി, അതും എളുപ്പമാണ്. ബട്ട് ഞാൻ പറഞ്ഞെന്ന വഴി തന്നെ പോവാം. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ യൂസ് ആവുന്നുള്ളത് നല്ല ഈസിയാണുള്ളത്. അത് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. a+b എന്ന് പറഞ്ഞു കൊടുത്തു, c എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ a = b എന്ന് പറഞ്ഞു കൊടുത്തു. അത് തന്നെ b = c എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പ്രോഗ്രാമാണ്. റിട്ടേൺ c കൊടുത്തു. ഇനി നമുക്ക് i in range ആണ്. ന്യൂ ഡി പി ആണ്. for i in range. for i in range ഇത്രയുള്ള ന്യൂ ഡി പി എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് നമ്മൾ ന്യൂ ഡി പി നമുക്ക് ടൈം എത്ര എടുക്കുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഡി പി മാറ്റിയിട്ട് ന്യൂ ഡി പിയിൽ നമുക്ക് ടൈം നോക്കാം. ഞാൻ ന്യൂ ഡി പി കൊടുത്തു. ഇനി നമുക്ക് സേവ് ആക്കിയിട്ട് നമുക്കൊരു 5ൻ്റെ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 5 ചെറിയ വാല്യൂ, ഒരു 30 നോക്കാം. സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ന്യൂ ഡി പി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം നോക്കാം. നമുക്ക് ടൈം എത്ര ടൈമൊന്നും എടുത്തിട്ടില്ല. ടൈം ഓഫ് ഡി പി എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടുള്ളൂ.
നമുക്ക് ടൈം മാത്രം മതി. ഇമ്പോർട്ട് ടൈം എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത്രയുള്ള നമുക്ക് ഇനി ഒന്നും ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ടൈമില്ലാതെ ചെറിയ പ്രോബ്ലം. ഓക്കെ, നമ്മളതിൽ തന്നെ കൊടുക്കാം. ഈ സാധനം നമ്മൾ മൊത്തം തെറ്റിക്കുന്നത് കേട്ടോ. പഴയ വഴി തന്നെ കൊടുക്കാം. ഫ്രം ഇൻപുട്ട് ഡേറ്റ് ടൈം, പിന്നെ ഡേറ്റ് ടൈം എൻഡ് ഈക്വൽ ടു ഈ ഒരു ഫംഗ്ഷൻ മാറ്റാം. സ്റ്റാർട്ട് ടൈം ഡോട്ട് നൗ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ടൈം ഡോട്ട് ടൈം ഡേറ്റ് ടൈം ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഡേറ്റ് ടൈം ഡോട്ട് നൗ എന്ന് കൊടുക്കാം. അപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ഡേറ്റ് ടൈം മതി. ഇങ്ങനെ നമുക്ക് മാറും എന്നൊരു പ്രതീക്ഷ. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ ഫിബൊനാച്ചി ഓഫ് ഇത് കിട്ടി. നമ്മളിപ്പം നോർമൽ ഡി പി എച്ച് നമുക്ക് ടൈമൊന്നും ആവശ്യമൊന്നുമില്ല. ന്യൂ ഡി പി എച്ച്, നമ്മൾ പുതിയ ഡി പി എച്ച് ആണ് നമ്മൾ ചെയ്ത് നോക്കിയത്. ഇത് വെച്ച് നമുക്ക് ഒരു 55 ചെക്ക് ചെയ്ത് നോക്കാം. സേവ് ആക്കുക, റൺ ചെയ്യുക. നമുക്ക് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടൈം നമുക്ക് 0.97 സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട്. സെക്കൻഡ്സ് ആണ്, അത്രയും സെക്കൻഡ്സ് നമുക്ക് റൺ ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് 55 നമ്മളെ ഫിൽ ഡി പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ച് ചെക്ക് ചെയ്ത്, അതായത് നമ്മളെ സാധാ ഡി പി ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 55ൻ്റെ രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈം സെക്കൻഡ്സ് നോക്ക് എത്ര സെക്കൻഡ്സ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ സെക്കൻഡ്സ് നോക്ക് 1.253 സെക്കൻഡ്സ് എടുത്ത്. ഇതിന് സെക്കൻഡ്സ് നോക്കിയാണ്. അപ്പം എത്രയ്ക്കാണെങ്കിൽ നല്ലത് ഇത്രയല്ലേ, ഇത്രയും ടൈം ഇത് എടുത്തിട്ടുണ്ട് നമുക്ക് ഫിബോ ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതിന് ഒരു ടൈമും എടുത്തിട്ടില്ല. ഇവിടെ ടൈം വെറുതെ വളരെ സെക്കൻഡ്സ് ആണ് റൺ ചെയ്യാനായിട്ട് ഇത്ര സെക്കൻഡ്സ് എടുത്തിട്ടുള്ളൂ. ബട്ട് ഈ ഒരു കാൽക്കുലേഷന് നമുക്ക് ടൈം എടുത്തിട്ടില്ല. ഇവിടെ കാൽക്കുലേഷൻ്റെ ടൈം നോക്കിയാണ് ഇത്രയും ടൈം നമുക്ക് എടുത്തിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് നോക്കാൻ കിട്ടുന്നത്. ഇനി നമുക്ക് സാധാ നോർമൽ റിക്കഷൻ വെച്ച് 55 ഒന്ന് നോക്കാം. അതിൻ്റെ ടൈം എത്ര കിട്ടുന്നുണ്ടോ. ഫിബൊനാച്ചി നോർമൽ ഫിബൊനാച്ചി വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 55 നല്ല റൺ ചെയ്യുന്നതിൻ്റെ ടൈം എടുക്കുന്നുണ്ട് ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് നോർമൽ റിക്കഷൻ വെച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ റണ്ണായിട്ടില്ലേ, ഇതുവരെ റണ്ണായി തീരുന്നില്ലായിരുന്നു. നോർമൽ റിക്വസ്റ്റ് വെച്ച് ചെയ്യാൻ ഈ 55 തന്നെ റണ്ണാവാൻ സ്ലോ ആണോ. ആൻസർ കിട്ടിയില്ല. 19 പോയിന്റ്. ഇത്രയും ടൈം എടുത്ത്. ഇത് എത്ര ടൈമാണ് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടിയ ടൈമാണ്. ഇത്രയും ടൈം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ. അതായത് നമ്മൾ നോർമൽ റിക്വസ്റ്റ് വെച്ച് ഈ 55 നോക്കാൻ. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി നോക്കിയാണ് എത്ര ടൈമിൻ്റെ വ്യത്യാസം നമ്മൾ ഓരോ ഡി പി യൂസ് ചെയ്തിട്ടും നോർമൽ ലൊക്കേഷനൊക്കെ എന്തിനാണ്. അപ്പോൾ ഡി പി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എത്ര എഫിഷ്യൻ്റാണ്, നമ്മുടെ ടൈമിന് എത്ര മാറ്റമാണ് ഉണ്ടായെന്ന് നോക്കിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരു വലിയ വാല്യൂ ഇതിനകത്തൊരു 1000 ചെക്ക് ചെയ്ത് നോക്കാം. 1000 ഇനി സേവ് ചെയ്യുക, ഇത് മാറ്റുക. അത് ഇതുമായിട്ട് റണ്ണായി തീർന്നില്ല, റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ 1000 കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റത്തില്ല, നോർമൽ ഫിബൊനാച്ചിക്ക് പറ്റത്തില്ല. അത് നമുക്ക് മനസ്സിലായി. 1000 ഓഫ് നമ്മുടെ ഡി പി ഫിബൊനാച്ചി, അത് നമ്മൾ റിക്കർഷനും ഡി പി കൂടെ യൂസ് ചെയ്തത്.
ഫിബ് ഓഫ് ഡി പി നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ രണ്ടെണ്ണമാണ്. ഇനി ഇതിനെ വെച്ച് നമുക്ക് 1000 ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഡി പി ചെയ്ത് തന്നെ ഹാഷ് മാപ്പ് യൂസ് ചെയ്തതിനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് നമ്മളുടെ പുതിയ ന്യൂ മോഡിഫൈഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡി പി ഫിബിനോച്ചിക്ക് വേണ്ടി ചെയ്തത് അത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ന്യൂ ഫിബ് എന്ന് പറഞ്ഞു കൊടുക്കാം. ന്യൂ ഫിബിൻ്റെ മറ്റേ ഫംഗ്ഷൻ ന്യൂ ഡി പി നോക്കാം. സേവ് ചെയ്യുക. 1000 നോക്കാം. എത്ര വേണമെങ്കിൽ നോക്കാം. ഇത് വെറും നമുക്ക് നോക്കിയാൽ എത്ര ടൈം എടുത്തിട്ടുണ്ട്. വെറും 1 സെക്കൻഡ് കൊണ്ട് 1000 കാൽക്കുലേറ്റ് ചെയ്യാൻ. റണ്ണിങ് ടൈമാണ് നോക്കണം. ഇത്രയും വലിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഫിബിനോച്ചി 1000 ആണ്. ഒരു നമ്പറാണ് ഇത്. ഒരു നമ്പറാണ്, ഡിഫറെൻറ്റ് നമ്പറല്ല, ഒരൊറ്റ നമ്പർ. ഇപ്പോൾ ഫിബിനോച്ചി 5 എന്ന് പറഞ്ഞാൽ 5, ഫിബിനോച്ചി 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 13 കിട്ടുന്ന പോലെ 13 എത്രയാണ് 34 കിട്ടുന്ന പോലെ അല്ല. 21 കിട്ടുന്ന പോലെ അല്ല. 21 പോലത്തെ ഒരൊറ്റ നമ്പറാണിത്. ഫിബിനോച്ചി 1000 ഒറ്റ നമ്പറാണ്. നമ്മളെ നോർമൽ ഡി പിക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ന്യൂ ഡി പി, പുതിയ ഡി പി, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡി പി, ഈ സിയും ബിയും വെച്ച് ഫോർ ലൂപ്പിലിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ ഈ ഡി പി വെച്ച് ചെയ്യാനായിട്ട് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എത്ര 1.3 സെക്കൻഡ്സ്. ഇത്രയും ടൈം എടുക്കുന്നില്ല. ഇത് റണ്ണിങ് ടൈമാണ്. അപ്പോൾ ഇത്രയും ടൈമിൽ നമുക്ക് ആൻസർ കിട്ടിയിട്ട് ഇത്രയും വലിയൊരു ആൻസർ നമുക്ക് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. ഹാഷ് മാപ്പിനകത്തും അത്രയും വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. റിക്കേഷനകത്ത് അത്രയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഈ റിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇവിടെ. നേരത്തെ നമുക്ക് റിക്കേഷൻ ആണ്. റിക്കേഷൻ ഒന്നാണ് പറഞ്ഞത്. റിക്കേഷൻ ഡെപ്ത് എക്സിക്യൂട്ടഡ് സ്റ്റാക്കാണ് റിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്കിനകത്ത് ഇത്രയും വരുന്നത് നമ്മൾ റിക്കേഷൻ വെച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ നോർമൽ ഡി പി വെച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബട്ട് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഡി പി വെച്ച് ചെയ്യുമ്പം ഒരു ലൂപ്പിട്ട് കൊണ്ടുപോയി ഇത്രയും വലിയ കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊരു 10,000 ഒരു 1 lakh അടിച്ച് നോക്കാം. എങ്ങനെ ഇരിക്കാൻ നോക്കാം. അടിച്ച് നോക്കാം. ടൈം നോക്കാം. അപ്പോൾ ടൈമൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞു പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുമ്പോഴല്ലേ പറ്റുന്നില്ലേ. ഇതിന് പറ്റത്തില്ലേ. പ്രതീക്ഷിച്ചോ. ന്യൂ ഡി പിയോ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് 1 ലക്ഷത്തിൽ താഴെയുള്ള കാര്യം നോക്കാം. 1 ലക്ഷത്തിന് പറ്റത്തില്ലായിരിക്കും. 10,000 തന്നെ നോക്കാം. 10,000 നോക്കാം. ബട്ട് ഞാൻ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10,000 ഇതൊറ്റ നമ്പറാണ് കേട്ടോ. ടൈം എടുത്തേക്കുന്നത് എന്തിനാണ് ഇത്രയും ടൈം നമുക്ക് എടുത്തിട്ടുണ്ട്. 0.10663 ഇത്രയും ടൈം നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. ഇത്ര കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും വലിയൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഫിബിനോച്ചി ഇത്രയും കണക്ക് കൂട്ടി പോകണം. ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയും പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോർമൽ ഇക്വേഷൻ അടിച്ചു പോകും. പിന്നെ നോർമൽ ഡി പി ആണെങ്കിലും നമ്മൾ നോർമൽ റിക്കേഷൻ വെച്ച് ചെയ്യാനകത്ത് നമുക്ക് ഇത് കിട്ടത്തില്ല. റിക്കേഷൻ ഡി പി വെച്ചായാലും ഇത്രയും വാല്യൂ സ്റ്റോർ ചെയ്യണ്ടേ. ഇപ്പം നമ്മൾ വെറും ന്യൂ ഡി പി വെച്ച് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഡൈനാമോ റോബിനെ യൂസ് മനസ്സിലായില്ലേ. ഇത്രയും ഒരു ചെറിയ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ വലിയ വലിയ പ്രൊജക്ട്സിലൊക്കെ ഈ ഡി പി യൂസ് ചെയ്യുന്നത് എത്ര എഫിഷ്യൻ്റ് ആവും. എത്ര കാര്യങ്ങൾ നമുക്ക് ഡി പി യൂസ് ആവും. അപ്പോൾ ഡി പി വെച്ച് ചെയ്യേണ്ട നമുക്ക് അതൊക്കെ വെച്ച് ചെയ്താലും ആൻസർ കിട്ടും. എല്ലാം വെച്ച് ചെയ്താലും ആൻസർ കിട്ടും. പലരും ഇത് പറയുന്നുണ്ട് ഇത് ഏത് വെച്ചാലും ആൻസറിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈസിയായിട്ട് മനസ്സിലാവുന്നത് ചെയ്താൽ പോരെ. ഈ ഡി പി ഒക്കെ കണ്ട് നമുക്ക് മനസ്സിലാവത്തില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഡി പിയുടെ യൂസ് ചെയ്യണ്ട. മറ്റേത് കിട്ടിയ ആൻസർ കിട്ടുന്നുണ്ട്. ടൈം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഈ ആൻസർ മൊത്തം ഇററൊക്കെ കാണിച്ച് കണ്ടല്ലേ. അപ്പം ഇതാണ് ഇതിൻ്റെ യൂസ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ഇത്രയും ഈ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ എടുത്തൊന്ന് കണ്ടു നോക്കണം. ഇത് നിങ്ങൾ സേവ് ചെയ്ത് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറയുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പം ഇത് നോക്കിയാണ് എത്രയും ടൈമിൻ്റെ ലാഭം ഇത്രയും വലിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ അത് സൂപ്പറല്ലേ. ഡൈനാമിക് പ്രോഗ്രാമിൻ്റെ യൂസ് മനസ്സിലായില്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 90,000 കൊടുത്തു. 90,000 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണോട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയും. പറ്റത്തില്ല. 80,000 ഓരോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരെ പോകും നമുക്ക് നോക്കാം. സേവ് ചെയ്യുക. റൺ ചെയ്യുക. അതും പറ്റത്തില്ല. ഒരു 70 നോക്കാം. ഇത്ര വാല്യൂ സ്റ്റോർ ആകത്തില്ല. അതാണ്. അതും പറ്റത്തില്ല. ഒരു 60,000 നോക്കാം. സേവ് ചെയ്യുക. റൺ ചെയ്യുക. രസമില്ല ഇങ്ങനെ ചെയ്യാം. അതും പറ്റത്തില്ല. നമുക്ക് 50,000 നോക്കാം. കിട്ടുന്നവരെ നമ്മൾ നോക്കണം. എത്രയാണ് നോക്കാം.
ഇതും കിട്ടുന്നില്ല. വലിയ കാര്യം ഇത് നിറയും. 50,000 ആകുമ്പം ഈ ടെർമിനലിൽ നിറയുന്നു, അന്ന് തീരത്തില്ല. അത്രയും വലിയ വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. 40,000 നോക്കാം. മറ്റേതിന് 1000 പോലും കിട്ടുകയും പറ്റത്തില്ല. മറ്റേ ഇതും പറ്റത്തില്ല. 30 നോക്കാം. സേവ് ചെയ്യുക, റൺ ചെയ്യുക. 30 പറ്റത്തില്ല. 20 നോക്കാം. ഇതിന് നന്നായി അറിയാം. 20 കിട്ടി. നമുക്ക് 20 കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരൊറ്റ വാല്യൂ ആണ്. ഫിബൊനാച്ചി ഒറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, മനുഷ്യന്മാർക്കൊന്നും പറ്റൂല. അപ്പം ഇത്രയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്ട് ഇത്രയും സെക്കൻഡ്സാണ് എടുത്തേക്കുന്നത്. ഇത്രയും സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട്. 3, 4 ഇത്രയും സെക്കൻഡ്സ് എത്രയും കാൽക്കുലേറ്റ് നോക്കിയാൽ എനിക്ക് മനസ്സിലായ സെക്കൻഡ് ഇത്രയും സെക്കൻഡ്സ് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും സെക്കൻഡ്സാണ് എടുത്തേക്കുന്നത്, മിനിറ്റ് പോലും അല്ല. സോറി, മിനിറ്റാണ് ഇത്. സെക്കൻഡ്സ് കൂട്ടി കൊടുത്താൽ എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും? അത്രയും മിനിറ്റ് എടുത്തിട്ടില്ല. മീൻസ് ഒരു 7 സെക്കൻഡ്സോ അത്രയും സെക്കൻഡ്സ്. ഒരു സെക്കൻഡ്സിൻ്റെ അത്ര എത്തിയിട്ടില്ല. ഇത് 0. മനസ്സിലായില്ലേ? ഇത് 0.3496 ഇത്രയും എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ടൈം വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയത് എത്ര ടൈം എടുക്കുന്നതുണ്ടോ. സ്റ്റാർട്ട് ടൈം എന്ത് ചെയ്യാൻ നോക്കിയാൽ ഇനി നമുക്ക് 25,000 നോക്കാം. 25,000 ഉണ്ടാകുമ്പോൾ നോക്കാം. സേവ് ചെയ്യുക, റൺ ചെയ്യുക. ഒരൊറ്റ വാല്യൂ ആണ് കിടക്കുന്നുണ്ടാവും. അത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 20 വരെ പറ്റത്തുള്ളൂ. 22 നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ടൈം പ്രോഗ്രാമിൻ്റെ യൂസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 20 ആണ് ലാസ്റ്റ് വാല്യൂ തോന്നുന്നു. അപ്പം ഇതാണ് ഡൈനാമിക് പ്രോഗ്രാം. എത്ര എഫിഷ്യൻ്റ്, ഇത്രയും വലിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനും ഇത്രയും ടൈം നമുക്ക് കുറയ്ക്കാനും ഇതൊക്കെ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിൽ യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഡൈനാമിക് പ്രോഗ്രാം മനസ്സിലായി വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. 20 ആണ് പറ്റില്ല. 20,000 ആണ് ഏറ്റവും ലാസ്റ്റ് വാല്യൂ. ഇത്ര സെക്കൻഡ്സാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഇത്ര ഒരൊറ്റ വാല്യൂ ആണ്. ഇത് നമുക്കൊരു ചെക്ക് ചെയ്തൊരു ഫണ്ടുകളായിട്ട് നോക്കാം. ഓക്കെ, ഇത് ഏതിൻ്റെ ഫിബൊനാച്ചി ആണെന്ന് നമുക്ക് ChatGPT എടുത്തിട്ട് ചോദിക്കാം. ChatGPT എടുത്തിട്ട് നമുക്ക് ചോദിക്കാം. ChatGPT പറയാൻ പറ്റുമോ നോക്കാം. ഫിബൊനാച്ചി ഓഫ് വിച്ച് നമ്പർ എന്ന് നോക്കാം. Fibonacci of which number this എന്ന് കൊടുത്തിട്ടുണ്ട്. ചോദിച്ചു നോക്കാം. നമ്മളിത് എത്രയാണ്? 20,000 ആണ് നോക്കിയത്. കാൽക്കുലേറ്റ് ചെയ്യാൻ ChatGPTയുടെ ടൈമുണ്ട്. നമ്മൾ ആൻസർ നമ്മൾ ഡൈനാമിക് പ്രോഗ്രാം വെറുതെ പറഞ്ഞാണേ. ChatGPT നല്ല നല്ലതാണ്. അല്ല, ChatGPT ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ. ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ട. പറ്റത്തില്ല. ChatGPT തന്നെ റൺ ചെയ്ത് നോക്കുന്നുണ്ട്. അത് ഏതിൻ്റെ ആണോ? പൈതൺ പ്രോഗ്രാം യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ChatGPT തെറ്റി കണ്ട. ChatGPT ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത്രയ്ക്ക് എഫിഷ്യൻ്റ് ഉണ്ടായാലും നമ്മൾ DP യൂസ് ചെയ്ത് ചെയ്യാൻ നേരത്ത് ആൻസർ കിട്ടിയതുകൊണ്ടില്ലേ. റിസൾട്ട് 4830. നമുക്ക് ഉള്ള ആൻസർ നമ്മൾ 20,000 ഫിബൊനാച്ചിയാണ് ഇട്ട് കൊടുത്തത്. ChatGPT തന്നത് എത്രയാണ്? ഏത് നമ്പർ? ChatGPTക്ക് പോലും വയ്യ ചെയ്യാൻ. നമ്മൾ DP യൂസ് ചെയ്ത് അത്ര സൂപ്പറായിട്ട് ചെയ്തില്ല. ഞാൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് ChatGPTക്ക് അറിയാത്തതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അനലൈസ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ആൻസർ കിട്ടിയിട്ടില്ല. എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്നത് ChatGPT കിട്ടുമോ നോക്കാം. കാൽക്കുലേറ്റ് ചെയ്തു കണ്ടുപിടിച്ചത്. സോറി, ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞില്ല. ChatGPT പറ്റും. 20,000. അപ്പം ഇത്രയും ടൈം എടുത്തില്ല ChatGPT കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ എത്ര ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വലിയ നമ്പേഴ്സൊന്നും പറ്റത്തില്ല. അത് വേറെ മെത്തേഡുണ്ട്, അത് ഞാൻ പറഞ്ഞുതരും. ആ മെത്തേഡിന് ഇന്ന് ടൈം ഇല്ലാത്തതെന്നാണ് പറയുന്നത്. വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അത് സ്റ്റാക്കി സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത്. DPയെ കുറിച്ച് മനസ്സിലായില്ലേ? DP മനസ്സിലായി. DP എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ
കുറേ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് നമുക്ക് ഇതിനെന്താണ് ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈസി മെത്തേഡ്സ് ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്താൽ പോലെ ഈ മനസ്സിലാത്ത DP, അതുപോലെ ബൈനറി സെർച്ച്, ലീനിയർ സെർച്ച്, ഇതൊക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന വഴിയുണ്ടല്ലേ, അതിൻ്റെയൊക്കെ എഫിഷ്യൻറ്റ് ഈ ടൈം സെക്കൻഡ്സ് ഒക്കെ നോക്കണം നിങ്ങൾ. അപ്പോൾ ഈ പ്രാക്ടിക്കലായിട്ട് ഇതുപോലത്തെ എക്സാമ്പിൾ വെച്ച് നോക്കാൻ നേരത്തെ മനസ്സിലാവും ഇത്ര യൂസ് ആണെന്നൊക്കെ. അപ്പോൾ ഈ DPയുടെ യൂസ് മനസ്സിലായില്ലേ. അപ്പോൾ DP സെറ്റാണല്ലേ, DP നിങ്ങൾക്ക് ഇനി യൂസ് ചെയ്തിട്ടില്ല, DP യൂസ് ചെയ്ത് എന്ത് പ്രോഗ്രാമാണ് ഈ DP നിങ്ങൾ ഒരുപാടായിട്ട് DSL TP ഒക്കെ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ആമസോണിലെ ഇൻ്റർവ്യൂ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ DPയിൽ ഇത് വെച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഈ ഫിബൊനാച്ചിയുടെ ഒരു ഇത് വെച്ചുള്ള ക്വസ്റ്റ്യനാണ്, DP യൂസ് ചെയ്ത് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് കറക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇതാണ് ചോദിച്ചത്. നമ്മൾ പ്രോഗ്രാം എഴുതാനായി കോഡ് എഴുതാനായി ചോദിക്കുന്നത്, നമുക്ക് എത്ര പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലാണെന്ന് നോക്കും. ഇപ്പോൾ കോഡിങ്ങിൻ്റെ ഇതല്ല പ്രോബ്ലം സോൾവിങ്. ഇപ്പോൾ കുറേ ChatGPT അടിച്ചു കൊടുത്താൽ കോഡ് മൊത്തം കിട്ടൂല എന്നൊക്കെ ചോദിക്കും. നമുക്ക് ChatGPT അടിച്ചു കൊടുത്താൽ കിട്ടും, നമുക്കിത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലാണ് നോക്കുന്നത്. അപ്പം ഇത്രയാണ് ഈ ഫിബൊനാച്ചി നമ്പർ മനസ്സിലായെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഒരു രസമില്ല ചെയ്ത് നോക്കാൻ. ഇത്രയും പ്രോഗ്രാം ഇത്രയും കോഡേ വരുന്നുള്ളൂ. അതാണ്ട് ഫിബൊനാച്ചി സാധാ നമ്മൾ റിക്കേഷൻ യൂസ് ചെയ്യാൻ നേരത്ത് ഇത്രയും കോഡേ വരുന്നുള്ളൂ. സാധാ റിക്കേഷൻ ഒന്നും യൂസ് ചെയ്താൽ നമ്മൾ നോർമലായിട്ട് വേറെ രീതിയിൽ ചെയ്യാനായിട്ട് വലിയ കോഡ് ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ DP യൂസ് ചെയ്തപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്നത്. DP യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് ഫിബൊനാച്ചി ഓഫ് DP അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡാണ്. റിക്കേഷൻ അല്ലാതെ പറഞ്ഞാൽ ഈ ഒരു മെത്തേഡേ ഉള്ളൂ. ഈ ഒരു സൂപ്പർ മെത്തേഡാണിത്. ഇത് യൂസ് ചെയ്താണ് ഞാൻ തന്നെ ഫിബൊനാച്ചി ഫസ്റ്റ് പഠിക്കുന്ന ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഫിബൊനാച്ചി എന്ന നമ്പർ കേട്ടപ്പോൾ തന്നെ ഞാൻ ചെയ്തു നോക്കുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് ഞാൻ ചെയ്തു നോക്കിയത്. റിക്കേഷനെ കുറിച്ച് എന്നേക്കാന്നുള്ളത് ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്തത്. ഈ മെത്തേഡ് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ലൂപ്പ് ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു ഞാൻ. ബാക്കി ഇടയ്ക്ക് ഞാൻ കുറേ തെറ്റി. പിന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് ഫസ്റ്റ് ഞാൻ ഫിബൊനാച്ചി ചെയ്തത്. പിന്നെയാണ് ഞാൻ റിക്കേഷനിലോട്ടൊക്കെ വന്നത്. പിന്നെയാണ് റിക്കേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തത്. അന്ന് എനിക്ക് അറിഞ്ഞില്ല ഈ ടൈം കോംപ്ലക്സിറ്റി എത്രയാണെന്ന്. പിന്നെയാണ് ഞാൻ ഇതൊക്കെ പഠിക്കുന്നത്. അന്ന് ഈ ടൈം കോംപ്ലക്സിറ്റിയോ ഇതൊന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് ഈ ഒരു മനസ്സിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതല്ലേ. റിക്കേഷൻ യൂസ് ചെയ്ത് നല്ല അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാകത്തി പാടാണ്. ബട്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. DP യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഹാഷ് മാപ്പ് വേണ്ടി വരുന്നില്ല. ഇത് ഹാഷ് മാപ്പ് യൂസ് ചെയ്ത് ഹാഷ് മാപ്പ് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ മനസ്സിലായിരിക്കുന്നു ഈ ഒരു പ്രോഗ്രാം DP എന്താണെന്ന്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Hey you, I am talking to you. If you have learned something new, then help you in 3 easy steps by smashing that like button, drop the comment down below and subscribe if you like it for the pro.